السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. نحمده سبحانه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة يعلموا أن الله مع المتقين. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, വളരെ സുപ്രധാനങ്ങളായ ഗൗരവമേറിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും കാണാറുള്ളത് വളരെ കൊച്ചു സംഘങ്ങളായിരിക്കും അതിന് സാക്ഷികളാകുക. ഇന്നാട്ടിൽ 2 പരിപാടികൾ ചന്ദ്രമാസ നിർണയവുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുണ്ട് എന്ന് സഹോദര പ്രാസംഗികൻ പറഞ്ഞു. നമ്മൾ ഇതിനു മുമ്പ് അറിയുകയും ചെയ്തിരുന്നു. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരാവേശവും താല്പര്യവുമാണ് മൂന്നാമതൊരു പരിപാടിക്കും ഇവിടെ വേദിയുണ്ടായത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ഒരു ആരോഗ്യപരമായ സമീപനം നമുക്ക് വളരെ നല്ലതാണ്. പലരും ഒരു പരിപാടി കേട്ടിട്ട് എല്ലാം അവസാനിപ്പിച്ചാൽ പിന്നെ അവിടെ ഒന്നും നടക്കില്ല. നിരന്തരമായി കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് കാര്യങ്ങൾ യഥാവിധി ബോധ്യപ്പെടുക. ഞാൻ ആദ്യമേ തുടക്കത്തിൽ തന്നെ പറയട്ടെ, നാം ചർച്ച ചെയ്യുന്ന വിഷയം ഒരു വാദപ്രതിവാദം നടത്തേണ്ട വിഷയമല്ല, തർക്കിക്കേണ്ട വിഷയമല്ല. പിന്നെന്താണ്? ഇത് പഠിക്കേണ്ട വിഷയമാണ്, മനസ്സിലാക്കേണ്ട വിഷയമാണ്. ശാന്തമായി ഇരുന്ന് കാര്യങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്താൽ വളരെ ലളിതമായി മനസ്സിലാകാവുന്ന പ്രകൃതിയുമായി പൂർണ്ണമായി യോജിച്ച വിഷയമാണ് ഈ ചന്ദ്രമാസ നിർണയവുമായി ബന്ധപ്പെട്ടത്. ഇപ്പോൾ ഒരു വലിയ അപാകതയും ഒരു അലങ്കോലവും നടന്നിരിക്കുകയാണ് ഇപ്പോൾ സന്ദർഭത്തിൽ. ആദ്യം ഒരു കൂട്ടർ 27-ാം തീയതി ശനിയാഴ്ച പെരുന്നാൾ ഉറപ്പിച്ചു. അപ്പോൾ അത് മാറ്റിയിട്ട് ഇപ്പോൾ 26-ാം തീയതികൾക്ക് മാറ്റി. ഇനി നമ്മളത് 25-ാം തീയതികൾക്ക് മാറ്റാനല്ല, അങ്ങനെയാണ് ആളുകൾ മനസ്സിലാക്കുക. ഇതിപ്പോ നമ്മള് ഇതിപ്പോ ഈ ഇസ്രായേൽ കമ്മിറ്റി ഓഫ് ഇന്ത്യക്കാർ ഈദ്ഗാഹ് വ്യാഴാഴ്ച നടത്തും. അപ്പൊ പിന്നെ ഒരു സ്വാഭാവികമായും വളരെ വ്യക്തമായി നമ്മുടെ ആളുകളുടെ ഇടയിൽ സംശയം കൂടി. അപ്പൊ 3 ദിവസമായി. ഈ സംശയം തന്നെയാണ് ഈ കാര്യത്തെ ക്ലിയർ ചെയ്യുന്നതിന് വല്ലാത്തൊരു വകുപ്പായി മാറുന്നത്. ഇവിടുന്ന് നിന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് ഒരു ദിവസത്തിന് 3 തീയതി ഉണ്ടാവുക? 27-ാം തീയതി 10, 26-ാം തീയതി 10, 25-ാം തീയതി 10 എന്ന് 3 കൂട്ടർ പറയുകയാണെങ്കിൽ തീർച്ചയായും ഇതിലെന്തോ ഒരു അപാകത സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ കൃത്യത എപ്പോഴാണ് എന്ന് വരുത്തല് ബുദ്ധിയുള്ളവന്റെ ആവശ്യമാണ്. ആരാധനാ കർമ്മങ്ങൾ ചെയ്യുന്നവൻ കൃത്യമായിരിക്കണം ആരാധനകൾ. ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടംപോലെ ആരാധന ചെയ്യുന്ന മതമല്ല നമ്മളത്. എല്ലാത്തിനും സമയവും സന്ദർഭവും സാഹചര്യവും ഒക്കെ ഉണ്ട്. സ്ഥലവുമായി ബന്ധപ്പെട്ടതുണ്ട്, സമയവുമായി ബന്ധപ്പെട്ടതുണ്ട്, വസ്തുക്കളുമായി ബന്ധപ്പെട്ടതുണ്ട്, ആളുകളുമായി ബന്ധപ്പെട്ടതുണ്ട്. അതെല്ലാം അതാതിന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കപ്പെടുക. ഖുർആൻ പറയുന്നത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കണം. ആരാണോ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നത് അവനാണ് തഖ്വയുള്ളവനെന്ന് ഖുർആൻ പറയുന്നത്.
അള്ളാഹുവിന്റെ ശഈറത്തുകളുണ്ട്. ഇവിടെ ഒരുപാട് ശഈറത്തുകളുണ്ട്. ചന്ദ്രൻ അള്ളാഹുവിന്റെ ഒരു ശഈറിൽപ്പെട്ട ഒരു ശഈറത്താണ്. അറഫ ഒരു ശഈറത്താണ്, ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെ അറഫ എന്ന സ്ഥലത്തല്ലാതെ ലോകത്ത് വേറെ എവിടെ അതിനേക്കാൾ സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് ദിൽഹിജ്ജ 9 കൂടിയാൽ അറഫയാവില്ല. മക്കയിലെ സൗദി അറേബ്യയുടെ ഹറമിന്റെ അടുത്തുള്ള അറഫയിൽ തന്നെ കൂടിയാലേ അറഫയിലെ പ്രതിഫലം കിട്ടൂ. മിനായിൽ കൂടിയാലേ മിനായിൽ പ്രതിഫലം കിട്ടുള്ളൂ. പ്രതിഫലം കിട്ടുന്ന മിനായിലെ നൃത്തമാവുള്ളൂ. കഅബ പോലെയുള്ള ഒരു കെട്ടിടം വേറെ എവിടെയെങ്കിലും ഉണ്ടാക്കിയിട്ട് തവാഫ് ചെയ്താൽ ആ കൂലി കിട്ടില്ല. കഅബയിൽ തന്നെ തവാഫ് ചെയ്യണം. സഫാ മർവയ്ക്കിടയിലുള്ള സഅയ് അവിടെ തന്നെ നടത്തണം. അതൊക്കെ വിശദീകരിക്കുന്നവർ തന്നെയാണ് ഖുർആൻ സൂറത്തുൽ മാഇദയിൽ ഇക്കാര്യം പറയുന്നത്. അള്ളാഹുവിന്റെ അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങളുടെ പവിത്രത ലംഘിക്കാൻ പാടില്ല. നാൽക്കാലികളെ കുറിച്ച് പറഞ്ഞു ഖുർആൻ അവിടെ. വഹിലത്തിലൊക്കും ബഹീമത്തുൽ അന്നാമി, നാക്കാലികളാകുന്ന മിണ്ടാപ്രാണികളിൽപ്പെട്ട നാക്കാലി വർഗത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ കന്നുകാലി വർഗത്തെ നിങ്ങൾക്ക് അനുവദിച്ചറിയിക്കുന്നു പറഞ്ഞു. അതിനുശേഷം സൂറത്തുൽ മാഇദയിൽ ഈ ആയത്തുകളൊക്കെ പറയുന്നത് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ മാനിക്കണം. ചിഹ്നങ്ങൾ പലതുണ്ട്. സമയത്തിന് ചിഹ്നമുണ്ട്, മാസത്തിന് ചിഹ്നമുണ്ട്. മാസങ്ങളുടെ പവിത്രത ലംഘിക്കാൻ പാടില്ല. മാസത്തിന്റെ പവിത്രത ലംഘിക്കപ്പെടുന്നതിന് ഒരു കാരണമായി തീർന്നു 30 ദിവസമുള്ളൊരു മാസം 29 ആക്കിയാൽ, അല്ലെങ്കിൽ 29 ദിവസമുള്ള മാസത്തെ 30 ആക്കിയാൽ മാസത്തിന്റെ പവിത്രത ലംഘനം തന്നെയാണ് ഇവിടെ. അറബികൾക്കിടയിൽ ഒരു പവിത്രത ലംഘനം ഉണ്ടായിരുന്നു, നിലവിലുണ്ടായിരുന്നത്. ഒരു മാസത്തെ തന്നെ മാറ്റിയിട്ട് ആ മാസത്തിന്റെ പേര് തന്നെ മാറ്റിയിട്ട് വേറെ മാസത്തിന് ആ മാസത്തിന് പേര് കൊടുക്കുക. യുദ്ധം നിഷിദ്ധമായ മുഹറം മാസത്തിൽ, യുദ്ധം നിഷിദ്ധമായ ദിൽഹിജ്ജ മാസത്തിൽ, യുദ്ധം നിഷിദ്ധമായ ദുൽഖഅദ മാസത്തിൽ, അതുപോലെ റജബ് മാസത്തിൽ അറബികൾക്ക് യുദ്ധത്തിലേക്ക് വല്ലാതെ മുട്ടിയാൽ യുദ്ധം ചെയ്യേണ്ടി വന്നാൽ, ഇപ്പൊ മുഹറം മാസത്തിൽ യുദ്ധം ചെയ്യേണ്ടി വന്നു. അപ്പൊ അവരെന്ത് ചെയ്യാ, മുഹറം മാസത്തിന്റെ പേര് മാറ്റിയിട്ട് അതിന് സഫർ നടക്കുക, ഒരു പിറ്റത്തെ മാസത്തിന് മുഹറത്തിന് പേര് കൊടുക്കുക. ഇതിനെ ഖുർആൻ പേര് വെച്ചത് നസീഖ്. മാസങ്ങളുടെ ഏറ്റ വ്യത്യാസം ഉണ്ടാക്കുക. ഇന്നമൻ നസീഖ് സിയാദത്തുൻ കുഫ്ർ ഖുർആൻ പറഞ്ഞതാണ്. അത് പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞു. അതുപോലെ തന്നെയാണ് 29 ദിവസമുള്ളൊരു മാസം അതിനെ 30 ആക്കിയാൽ നമ്മൾ ആളുകൾ കൊല്ലം ചെയ്തതുപോലെ നമ്മൾ ആളുകൾ ചെയ്തിരിക്കുന്ന പ്രക്രിയ തന്നെ ഉദാഹരണം എടുക്കാം. ഇപ്പോൾ സലാം കലണ്ടർ, അതുപോലെ അൽമനാർ കലണ്ടർ പോലെയുള്ള കലണ്ടറുകളിൽ ഈ മാസത്തിന് ദുൽഖഅദ മാസത്തിന് 29 ദിവസം കൊടുത്തിട്ടുണ്ട്. ആ 29 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ 30 ദിവസം കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ മാസത്തിൽ എത്ര ദിവസം ഉള്ളൂ എന്നത് പ്രകൃതി നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്. ഇപ്പൊ തന്നെ നാടന്മാരായ ആൾക്കാർ പറയുന്ന തമാശ ഉണ്ട്. ചന്ദ്രൻ ഇത്രയധികം ഉയരപ്പെട്ടിട്ടുണ്ടല്ലോ, അപ്പൊ എങ്ങനെയാന്ന് 2 ആവുക അല്ലെങ്കിൽ 3 ആവുക, ഇത് 4-ന്റേതാണെങ്കിൽ 5-ന്റേതാണെന്ന് കണ്ണുള്ള കാഴ്ചക്കാരായ ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ ഈ കഴിഞ്ഞ മാസം 30 തികച്ചു. 30 തികഞ്ഞിട്ട് പിന്നെ കാണണമെന്ന് പറയുന്നത് എന്തിനാ? 30 കഴിഞ്ഞാൽ 29-നാണ് കാണാൻ ആവശ്യപ്പെടല്. 29-ന് കണ്ടില്ലെങ്കിൽ കാണാൻ ആവശ്യപ്പെടും, അല്ലെങ്കിൽ നമ്മൾ നോക്കാൻ ആവശ്യപ്പെടും നമ്മളെ പണ്ഡിതന്മാരായ ആൾക്കാർ. കണ്ടില്ലെങ്കിൽ 30 തേക്കും. 30 കഴിഞ്ഞാൽ പിന്നെ കാത്തിരിക്കണം. അപ്പൊ 30 കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് ആദ്യം തന്നെ വെള്ളിയാഴ്ച തീരുമാനിച്ചുകൂടാ? അതെന്താ ഈ പ്രാവശ്യം മാറ്റിയത്? ഈ മഹാന്മാരായ ആളുകൾ അറിഞ്ഞുകൂടാ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. നിലവിലുള്ള സംഗതിയെ മനസ്സിലാക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടി വരും. ആ വ്യക്തമാക്കലാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഈ മാസവും ദിവസങ്ങളൊക്കെ അതാത് സമയത്ത് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി എന്താ അതിന്റെ വശം? ഇന്നത്ര തീയതി നിങ്ങളെല്ലാം പറയണം, സദസ് നിങ്ങൾ ഇൻവാക്ട് ചെയ്ത് പോകണം. ഈ ദിവസം ലോകത്ത് ആരെങ്കിലും വിചാരിച്ചിട്ട് മാറ്റാൻ പറ്റും? മാറ്റാൻ പാടുണ്ടോ? മാറ്റാൻ സമ്മതിക്കും ലോകം? ഒരു മനുഷ്യൻ സമ്മതിക്കും? അപ്പൊ പറഞ്ഞെന്താണെന്നറിയാം, ചന്ദ്രൻ്റെതാണെങ്കിൽ അങ്ങനൊക്കെ ആവാന്ന. ചന്ദ്രൻ്റെ അങ്ങനെ ആവാന്നല്ല എന്ന് പറയുന്നത്. നേരത്തെ തന്നെ പറഞ്ഞു, ഇന്ന ശംസവൽ കമറ ആയത്താനും പിന്നായത്തില്ല. അള്ളാഹുവിന് 2 മഹത്തായ ദൃഷ്ടാന്തമാണ് സൂര്യനും ചന്ദ്രനും. സുഹൃത്ത് പിന്നെ അർ-റഹ്മാൻ പറഞ്ഞു അശംസു വൽ ഖമറു യഹ്സ്ബാൻ. സൂര്യനും ചന്ദ്രനും അതികൃത്യമായ കണിശമായ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രപഞ്ചത്തിൽ സഞ്ചരിക്കുന്നത്. ലിക്കുല്ലി ഷൈഇൻ ഇൻദഹു ബിമിഖ്ദാർ. എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിന്റെ അടുത്ത് കണക്കുണ്ട്. അതെപ്പോൾ ഉദിക്കണം, എപ്പോൾ അസ്തമിക്കണം, എപ്പോൾ അത് സഞ്ചരിക്കണം, എങ്ങോട്ട് പോകണം എന്നതൊക്കെ വളരെ വളരെ കൃത്യമാണ്. ഞാൻ ആദ്യം ഓതി കേൾപ്പിച്ച ആയത്തിന്റെ അർത്ഥം, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫി കിതാബില്ലാഹ്
യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം വലാ തളിമു ഫീഹിന്ന അൻഫുസകും. നമുക്ക് ബാധകമായ ഭാഗം അത്രയാണ്. നോക്കൂ, ഇന്ന ഇദ്ദത്തശൂരി നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്തൊരു അനുഗ്രഹം എന്താണെന്നറിയോ? ഇസ്ലാമിന്റെ പ്രത്യേകത, ഒരു കാര്യത്തിലും നമ്മളെ ഇരുട്ടിൽ തപ്പാൻ വിട്ടിട്ടില്ല. എല്ലാത്തിനും കൃത്യം. വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മസൽ ഫഅബാ അക്സറുൻ നാസി ഇല്ലാ കുഫൂറ. നിഷേധികളായ ആളുകൾ മാത്രമാണ് എപ്പോഴും സത്യത്തെ നിരാകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പെന്ന് പറഞ്ഞതാണ്, എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങൾക്കു വേണ്ടിയുമുള്ള ഉദാഹരണങ്ങളും ഉപമകളും തത്വങ്ങളും നാം ഖുർആൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. 7 സ്ഥലത്ത് ആവർത്തിച്ച ഖുർആൻ വചനമാണിത്. വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആൻ. ഈ ഖുർആനിൽ നാം എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ട്, ഒന്നിനും നമ്മളെ വിട്ടിട്ടില്ല. മാസത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. മാസനിർണയത്തിന് പല ഉപാധികളുണ്ട്. സൂര്യനെ ആശ്രയിച്ചുകൊണ്ട് സൂര്യവർഷ കലണ്ടറുണ്ട് ഇവിടെ. നമ്മളതിൽ നിഷേധിക്കുന്നൊന്നുമില്ല, അത് സയന്റിഫിക്കലുമാണ്. ഇപ്പൊ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്ന് എണ്ണി വരുന്ന 12 മാസം നമ്മളത് നിഷേധിക്കുന്നൊന്നുമില്ല. കാരണം അത് സൂര്യനെ ആസ്പദമാക്കിയിട്ട് ഭൂമിയിലുണ്ടാകുന്ന കാലഘടനയെ കണക്കാക്കിയതാണ്. ഖുർആൻ സൂര്യനെ മാത്രം ആശ്രയിച്ചിട്ടല്ല നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കാലം കണക്കാക്കാൻ. അതുകൊണ്ട് നമുക്കത് അംഗീകരിക്കാൻ വയ്യ. ഖുർആൻ പറയുന്നത് ചന്ദ്രനും സൂര്യനും ഭൂമിയും കൂടിയിട്ടുണ്ടാകുന്ന ലൂണാർ സിസ്റ്റം, ചന്ദ്രമാസമാണ് ഭൂമിയുടെ കലണ്ടർ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇതെവിടെ പറയുന്നു? സൂറത്ത് തൗബയിൽ ഞാൻ ഓതി വെച്ച ആയത്താണ്. ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ പ്രപഞ്ച നിയമത്തില് മാസങ്ങൾക്ക് 12 എണ്ണമാണ് ഒരു കൊല്ലം അല്ലാഹു നിർണയിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു കൊല്ലത്തിന് 12 മാസമാണ് അല്ലാഹുവിന്റെ നിയമത്തിൽ അല്ലാഹു തീരുമാനിച്ചിട്ടുള്ളത്. ഇത് എപ്പോ മുതൽക്ക്? യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ പടച്ച നാൾ മുതൽ. അപ്പൊ ആകാശവും ഭൂമിയും ഈ രീതിയിൽ അല്ലാഹു തആല സംവിധാനിച്ചപ്പോൾ തന്നെ ഈ 1433 ഹിജ്റ വർഷത്തിലെ ദിൽഹിജ്ജ മാസത്തിന് ഇത്ര ദിവസമേ ഉണ്ടാകൂ എന്ന് അല്ലാഹു തആല തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. പിന്നെ ദിൽഖഅദ മാസത്തിന് 29 ദിവസമേ ഉള്ളൂ എന്നത് ആകാശഭൂമികൾ പടച്ചപ്പോൾ തന്നെ അല്ലാഹു തആല നിർണയിച്ചിട്ടുണ്ട്. അത് മാറ്റാൻ ആർക്കും അവകാശമില്ല. പിന്നെ എന്താ ഞങ്ങൾ പണ്ഡിതന്മാർ മാറ്റുന്നു? രണ്ടാമതൊരു കാരണം, ഒന്നുകിൽ അവരുടെ അറിവ് കേട്. അപ്പൊ ഒരുപാടൊക്കെ ഒന്ന് പണ്ഡിതന്മാരൊക്കെ അറിവിട്ടവരാന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ കേട്ടോ, അങ്ങനെയൊക്കെ ചില ആളുകൾക്ക് തോന്നിപ്പോകണ്ട. അറിവുകേടാണ് ഇതിന് കാരണമായി മാറുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈഗോ, അഹങ്കാരം ഒക്കെ ഉണ്ടാവാം. ഈ 2-3 അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടാകാം. പല ആളുകളുടെയും പേരൊക്കെ നമ്മള് ഇപ്പൊ ഈ 2-3 ദിവസത്തെ പത്രങ്ങളിൽ നമ്മൾ ഒരിക്കലും കേൾക്കാത്ത കാവ്യമാരുടെയും വലിയ വലിയ മഹാന്മാരുടെയൊക്കെ പേര് പത്രത്തിൽ അച്ചടിച്ചു നിങ്ങൾ വായിച്ചു. അപ്പൊ അതിനൊക്കെ പിന്നിൽ എന്തുണ്ടാ? എനിക്കറിഞ്ഞുകൂടെ എന്താ ഉള്ളതെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ ചോദിക്കട്ടെ, തമാശയ്ക്ക് ചോദിക്കട്ടെ, അടുത്ത വെള്ളിയാഴ്ചയാണ് ദിൽഹിജ്ജ 10 എന്ന് പറയാൻ കേരളത്തിൽ മാത്രം എന്തിനാ 20? ഒരു തീയതി ഇങ്ങനെ പറയാൻ ഒരാൾ ഇത്ര ആളുകളാണ്. ഇന്ന് മാനവ നമസ്കാരം പാമ്പ് വിളിക്കുന്നത് 6:10-നാണ്, അല്ലെങ്കിൽ 6:10 സൂര്യൻ അസ്തമിക്കുന്നു എന്ന് ഈ കാലിമാരോ മൗലാനമാരോ പണ്ഡിതന്മാരോ പറഞ്ഞിട്ടാണോ നമ്മൾ തീരുമാനമെടുത്തത്? അല്ലല്ലോ. ആണോ? ആണെങ്കിൽ ആണെന്ന് നിങ്ങൾ പറയണം, അല്ലെങ്കിൽ എല്ലാവർക്കും പറയണം. നമ്മുടെ നമുക്ക് കലണ്ടറുണ്ട് അല്ലേ? കലണ്ടറുണ്ട്. ആ കലണ്ടർ നോക്കിയിട്ടല്ലേ നമ്മൾ ദിവസം തീരുമാനിക്കണമെന്ന് തീയതികൾ. ഒരു കലണ്ടറുണ്ട്. ഒരു കലണ്ടർ നമ്മൾ ഉദാഹരണം എടുത്താൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കലണ്ടർ എടുക്കാം. ആ കലണ്ടർ എടുത്താൽ അതിന് മുകളിൽ മാസത്തിന്റെ പേര്, കൊല്ലത്തിന്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഉദാഹരണം ഹിജ്റ കമ്മിറ്റിയുടെ കലണ്ടർ എടുക്കാം, അല്ലെങ്കിൽ സില്ലം ഇസ്ലാമിന്റെ കലണ്ടർ എടുക്കാം. അതേപോലെ ഏതെങ്കിലും ഒരു കലണ്ടർ, ഞാൻ കലണ്ടറൊക്കെ കൊടുക്കുന്നുണ്ട്, കാരണം ചിലപ്പോൾ ആളുകൾക്ക് അത് സംശയം ഉണ്ടാകുന്ന വിചാരിച്ചിട്ട്. ഒരു കലണ്ടർ എടുത്താൽ അതിന്റെ മുകളിൽ ഏപ്രിലിൽ എഴുതിയിട്ടുണ്ട്, കൊല്ലം എഴുതിയിട്ടുണ്ട്, മാസത്തിന്റെ പേര് എഴുതിയിട്ടുണ്ട്, കുറെ ആഴ്ചകളുടെ പേര് എഴുതിയിട്ടുണ്ട്, ദിവസങ്ങളുടെ പേര്. ആഴ്ച 7 ദിവസം ഉണ്ടാവുന്ന ആവർത്തനാണ് 7 ദിവസം. പിന്നെ നമ്പർ, ഡേറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്കെന്തായി? ഏതൊരു കുട്ടിക്കും ഇത് 2012 ആണെന്നും ഇത് ഏപ്രിൽ മാസമാണെന്നും ഞായറാഴ്ച 1-ാം തീയതി ആണെന്നും മനസ്സിലായി. വളരെ സിമ്പിളായിട്ട്. ഇതിന് കാവിമാര് വേണ്ട, മൗലാനമാര് വേണ്ട, കമ്മിറ്റിക്കാർ വേണ്ട, ഹിലാൽ കമ്മിറ്റി വേണ്ട, ഹിജ്റ കമ്മിറ്റി വേണ്ട, ഒന്നും വേണ്ടല്ലോ. ഒരു കഷ്ടം കടലാസിൽ ഇത് എഴുതിണ്ടാക്കിയത്, കണക്കൂട്ടിയിട്ട് എഴുതിണ്ടാക്കിയത്. ഇത് സയന്റിഫിക്കാണ്. ഇത് ഈ കലണ്ടർ സലാം ഇറക്കിയ കലണ്ടറാണെങ്കിലും സാധനം ഏതാണെന്നറിയോ? സാധനം ക്രിസ്ത്യാനികളുടെ കലണ്ടറാണ്, ഗ്രിഗോറിയൻ കലണ്ടറാണ്.
ഗ്രിഗോറിയൻ എന്ന് പറയുന്ന ഒരു പോപ്പുള്ള കാലത്ത് രാജാവ് ഉണ്ടാക്കിയ കാലത്ത് അവർ സിസ്റ്റം, സോളാർ സിസ്റ്റം, സൂര്യനെ കണക്കാക്കിയിട്ട് കലണ്ടർ ഉണ്ടാക്കി. അതാണ് ഇന്ന് ലോകത്തെ നമ്മളെല്ലാം കൊണ്ടുനടക്കുന്നത്. നമുക്ക് ഈ കലണ്ടർ കൊണ്ടുനടക്കാം, വിരോധമൊന്നുമില്ല. എന്തിന്? എല്ലാ ജൂൺമാസത്തിലും മഴ പെയ്യും, എല്ലാ ചിങ്ങമാസത്തിലും വേണമെങ്കിൽ കണക്കൂട്ടിയിട്ട് ആ ചിങ്ങമാസത്തിലേക്ക് കൊണ്ടുവന്നിട്ട് സൂര്യവർഷത്തിലേക്ക് കണക്കൂട്ടിയിട്ട് ആ മാസം മഴ പെയ്യുന്ന കാലത്ത് തന്നെ ചിങ്ങം ആഘോഷിക്കാം, അല്ലെങ്കിൽ ആ ഓണാഘോഷിക്കാം. അതിനൊക്കെ പറ്റും. ഇസ്ലാമിലെ ഒരു കാര്യത്തിനും ഇത് പറ്റില്ല. ഇസ്ലാമിലെ കാര്യത്തിന് പറ്റണമെങ്കിൽ അന്ന് പറഞ്ഞത് സൂറത്ത് തൗബയിൽ ആയതനുസരിച്ച് തന്നെ ആകണം. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖ സമാവാതി വൽ അർദ്. നിങ്ങൾ വിചാരിക്കും ഇവിടെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുടെ വിഷയം, ഇതിലേക്കൊന്നും മോലയിൽ കടക്കാതെ എന്താ ഇപ്പൊ കലണ്ടറിനെ പറ്റി പറയും. ഇതാണ് നമ്മുടെ പ്രധാന വിഷയം. കലണ്ടർ എന്താണ് എന്ന് പഠിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം. ഇസ്ലാമിലെ കലണ്ടർ ഏതാണ് എന്ന് കൃത്യമായി തന്നെ നമ്മളെ മുസ്ലിം സമുദായം ബോധവാന്മാരാകാത്തത് കൊണ്ടുണ്ടായതാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത് 12 മാസങ്ങൾ ഒരു കൊല്ലത്തിന് നിർണയിക്കണം. അതിൽ ഒരു പ്രത്യേകതയുള്ളത് മിൻഹ അർബഅത്തുൻ ഹുറും, 4 പവിത്ര മാസങ്ങളുള്ളത് തന്നെയായിരിക്കണം. ഈ 4 പവിത്ര മാസങ്ങൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എഴുതുന്ന 12 മാസത്തിലതല്ലല്ലോ, ഉറപ്പല്ലേ? അതിന്റെ സംശയമുണ്ടോ? ജൂലൈ, അതുപോലെ ജനുവരി, മാർച്ച്, പിന്നെ വേറെ ഏതെങ്കിലും മെയ് മാസം, ഈ 4 മാസങ്ങൾ പവിത്ര മാസം എന്നല്ലല്ലോ. യുദ്ധം ഹറാമായ മാസം ഇസ്ലാമിക വീക്ഷണത്തിൽ യുദ്ധം ഹറാമായ 4 മാസങ്ങൾ എണ്ണി വരുന്നത് എന്നാണ്. അതേതാണ്? ചന്ദ്ര കലണ്ടർ അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഹിജ്റ കലണ്ടർ എന്ന് നമ്മൾ പറയുന്ന ഇസ്ലാമിലെ പിന്നെ കലണ്ടർ എന്ന് പറയുന്ന ലൂണാർ സിസ്റ്റം അനുസരിച്ചിട്ടാണ്. അപ്പൊ ആ ലൂണാർ സിസ്റ്റം അനുസരിച്ചുള്ള കലണ്ടർ സ്വീകരിക്കാനാണ് അല്ലാഹു ഖുർആനിൽ എന്നോട് പറയുന്നത്. മാത്രമല്ല അതിനെപ്പറ്റി പറഞ്ഞെന്താണെന്നറിയോ? പിന്നെ ദീനുൽ ഖയ്യിം, ഇതാണ് കുറ്റമറ്റ ദീനിന്റെ നേരായ മാർഗം. മതത്തിലെ നേരായ വ്യവസ്ഥ അതാണ്, കയ്യുമായ ദീനതാണെന്നാണ്. അപ്പൊ അതെന്താകണം? അത് കൃത്യതയുള്ളതാകണം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ പറ്റില്ല. ഒരു കാര്യത്തിൽ ബഹർ നമസ്കാരം അസറിലേക്ക് മാറ്റാൻ അനുവദിക്കപ്പെട്ട ആർക്ക് മാത്രമാണ് മുസാഫറായ ആൾക്കാർ. അതിന് അസറിന്റെ മുമ്പ്, അസർ തീരുന്നതിന് മുമ്പ് നിസ്കരിക്കണ്ടേ? ഫജ്ർ നിസ്കാരം സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് നിസ്കരിക്കണ്ടേ? അത് നിസ്കരിച്ചാൽ തെറ്റുകാരനാണ്, പാപിയാണവൻ, അള്ളാഹുവിന്റെ ചിഹ്നത്തെ ലംഘിക്കുകയാണ്. റമദാൻ മാസത്തിലെ നോമ്പ് ശവ്വാൽ മാസത്തിലേക്ക് പറ്റുമോ? റമദാൻ മാസത്തില് ഇക്കൊല്ലം നല്ല തണുപ്പുള്ളത് ഷാബാനിലാണ്, അതുകൊണ്ട് നമുക്ക് ഷാബാൻ മാസത്തിലെ 1-ാം മാസം നോമ്പൊക്കെ നിൽക്കാൻ പറ്റും. പോട്ടെ, വെള്ളിയാഴ്ച ജുമുഅ ആഴ്ചക്കാലത്തേക്ക് ചെയ്യുന്നല്ലോ. വെള്ളിയാഴ്ചയുടെ ജുമുഅ ലോകത്ത് ആരെങ്കിലും മുസ്ലിമീങ്ങൾ ശനിയാഴ്ച നടത്തുന്നുണ്ടോ? വ്യാഴാഴ്ച നടത്തുന്നുണ്ടോ? എന്തുകൊണ്ട് നടത്തുന്നില്ല? വെള്ളിയാഴ്ചയിലാണ് അല്ലാഹു തആല നടത്താൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ എല്ലാം കൂടി സൗകര്യം പരിഗണിച്ചിട്ട് അത് ഈ ആഴ്ചയെങ്കിലും നമുക്ക് വെള്ളിയാഴ്ച തിരക്ക് പിടിച്ച പണിയുണ്ട്. ഈ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ദിവസമാണ് പരിഹരിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അത് എന്തെങ്കിലും ഒരു ഗുരുതരമായ പ്രശ്നം ഉണ്ടായി, അതുകൊണ്ട് ജുമുഅ നമുക്ക് ക്യാൻസൽ ചെയ്ത് ശനിയാഴ്ച ആക്കാൻ വെക്കാം. എന്നിട്ട് ശനിയാഴ്ച ജുമുഅ നടത്തിയിട്ട് ആ ശനിയാഴ്ചത്തേക്ക് യൗമുൽ ജുമുഅന് വേറിട്ടല്ലെങ്കിൽ ഉണ്ടാവും പറ്റുമോ? ജുമുഅ നടത്തിയ ദിവസം, ജുമുഅ നടത്തുന്ന ദിവസം എന്നേ പറയാൻ പറ്റുള്ളൂ. യൗമുൽ ജുമുഅ അല്ല. യൗമുൽ ജുമുഅ ജുമുഅ നടത്തണം. ലോകത്ത് ഇന്ന് ആരും വെള്ളിയാഴ്ച അല്ലാതെ ജുമുഅ നടത്തുന്നില്ല. ലോകത്തുള്ള എല്ലാവരും ഇന്ന് വെള്ളിയാഴ്ച തന്നെയാണ് ജുമുഅ നടത്തുന്നത്. 24 മണിക്കൂർ കൊണ്ട് ലോകത്തെല്ലായിടത്തും വെള്ളിയാഴ്ച വരും. ആ സമയം വരുമ്പോൾ ഉച്ചയാകുമ്പോൾ എല്ലാവരും അവരെ ജുമുഅക്കിരിക്കും. അത് അവിടുന്ന് ഡേറ്റ് ലൈനിൽ തുടങ്ങിയിട്ട് ഡേറ്റ് ലൈനിൽ അവസാനിക്കുന്നവരെ ഭൂമിയിൽ ഉരുണ്ട ഓളം ആയതുകൊണ്ട് തുടങ്ങിയ പോയിന്റിൽ നിന്ന് അത് അവസാനിക്കും. അതുവരെ 24 മണിക്കൂറിനുള്ളിൽ ചെയ്ത് തീർക്കും. അത് ശനിയാഴ്ചത്തേക്ക് മാറ്റുക അല്ലെങ്കിൽ വ്യാഴാഴ്ചത്തേക്ക് മാറ്റുക എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ലക്ഷ്യമാണ്. ഒരു തരത്തിലുള്ള അള്ളാഹുവിന്റെ പവിത്രതയെ മാറ്റിമറിക്കലാണ്. പാടുന്നു. തിങ്കളാഴ്ച നോമ്പ് നോക്കണം അല്ലെ? യൗമുൽ ഇസ്നൈനി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നല്ല പ്രബലപ്പെട്ട സുന്നത്താണ് തിങ്കളാഴ്ച നോമ്പ് നോക്കൽ. ഈ തിങ്കളാഴ്ചത്തെ നോമ്പ് ചൊവ്വാഴ്ച നോക്കാൻ കിട്ടുമോ പ്രതിഫലം? ഞായറാഴ്ച വെച്ചാൽ കിട്ടും. ദിവസം ഒന്നല്ലേ, ഒരുപോലെ തന്നെയല്ലേ. പക്ഷെ തിങ്കളാഴ്ച നോക്കണ്ടേ? തിങ്കളാഴ്ച നോക്കണം. വ്യാഴാഴ്ച നോമ്പ് നോക്കണം. യൗമുൽ ഖമീസിൽ, യൗമുൽ ജുമുഅയിൽ ജുമുഅയുണ്ട്, യൗമുൽ ഖമീസിൽ നോമ്പുണ്ട്, യൗമുൽ ഇസ്നൈൻ അപ്പൊ യൗമാണ്, ദിവസമാണ്. ആ ദിവസത്തിന്റെ വൃത്തത്തിൽ ചെയ്യേണ്ട ഇബാദത്ത് ആ ദിവസത്തിൽ ചെയ്യണം. അത് ദിവസത്തിൽ കൃത്യമായി ചെയ്യുന്നതിന് വേണ്ടി മുമ്പിലും പിമ്പിലേക്കും ഒക്കെ കണക്കൂട്ടുന്നതിന് വേണ്ടി ഇതേമാറ്റ കലണ്ടർ വേണ്ടി വരും. ലോകത്തെല്ലാവരും കലണ്ടർ ഉണ്ടാക്കുന്നുണ്ട്. ആ കലണ്ടർ എന്തായിരിക്കണം? ഇപ്പൊ ഉദാഹരണം പറയാം. പിന്നെ മുഹറം മാസം 1-ാം തീയതി അൽഫനാറിന്റെ ഓഫീസ് ഉദ്ഘാടനം ഫറൂഖ് കോളേജിൽ നടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. മുഹറം 1-ാം തീയതി ദിവസം ഞാൻ പറഞ്ഞിട്ടില്ല.
മുഹറം 1-ാം തീയതി ഫറൂഖ് കോളേജ് അങ്ങാടിയിൽ വെച്ചിട്ട് ഞാൻ നടന്ന അൽഫനാർ എന്ന് പറയുന്ന മാസികയുടെ ഓഫീസ് ഉദ്ഘാടനം ഒരു 3 പുസ്തക പ്രകാശനമുണ്ട്. നിങ്ങൾ ഏത് ദിവസം വരും? ഇപ്പോഴത്തെ കണക്ക് പ്രകാരം നമ്മളെ ഈ മൗലാനമാരും മൗലവിമാരും ശാസ്ത്ര വ്യവസ്ഥയും അനുസരിച്ച് നിങ്ങൾ ഏത് ദിവസം വരും എന്ന് പറയും. ആരെങ്കിലും ആളെനിച്ച് പറയും. പറയാൻ ധൈര്യം ഉണ്ടാവില്ല. കാരണം മുഹറം 1-ാം തീയതി 3 ദിവസമായിട്ടാണ് വരുന്നത്. 3D കണ്ണട വെച്ചമായിട്ടാണ് നമുക്ക് 3 ദിവസം ഒരു ദിവസത്തിന്. അവിടെ തന്നെ ഈ മത അശാസ്ത്രീയമാണ് എന്നൊരു ക്രൈസ്തവനോ ഒരു ഹൈന്ദവനോ ഒരു യുക്തിവാദിയോ പറഞ്ഞാൽ തലതാത്രല്ലാതെ യാതൊരു രക്ഷയില്ല. ഫറൂഖ് കോളേജ് അങ്ങാടിയിൽ വെച്ച് BJP പ്രവർത്തകന്മാരും മാർക്സിസ്റ്റ് പാർട്ടിക്കാരുമായ എൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട്, അല്ല മൗലവി സാഹിബെ, ഞങ്ങളെ അമാവാസി ഇന്ന് തീരുക. അമാവാസി എന്ന് പറഞ്ഞാൽ ഒരു ചന്ദ്രമാസത്തിലെ അവസാനത്തെ ദിവസത്തിലെ പ്രക്രിയ. അതിന് ഇംഗ്ലീഷിൽ ന്യൂമൂൺ എന്ന് പറയും. ഇസ്ലാമിൽ വിലാദത്തുൽ യൗമുൽ ഖമർ എന്ന് പറയും. കമർ ജനിക്കുന്ന ദിവസം, പുതിയ കമർ ജനിക്കുന്ന ദിവസം. ഇംഗ്ലീഷിൽ കൺജങ്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ന്യൂമൂൺ എന്ന് പറയും. കൺജങ്ഷൻ ഡേ അല്ലെങ്കിൽ ന്യൂമൂൺ ഡേ എന്ന് പറയും. അതിനാണ് മലയാളത്തിൽ സാധാരണ പറഞ്ഞു വരുന്നത് അമാവാസി. ഇന്ന് ഞങ്ങളുടെ അമാവാസിയാണ്, അതുകൊണ്ട് ചന്ദ്രമാസം തീർന്ന്. അപ്പൊ നാളെ തന്നെ അല്ലേ നിങ്ങളുടെ പെരുന്നാട്? അത് മറ്റന്നാവോ? അല്ല അതിന്റെ പിറ്റന്നേക്ക് മാറ്റോ? ചോദിക്കാൻ അവർ അങ്ങാടി വെച്ചിട്ട് കളിയാക്കി. അവരോടൊന്നും പറയാൻ പറ്റില്ല. നമ്മളെല്ലാവരും ഇന്ന് കേരളത്തിലും ലോകത്തുമുള്ള എല്ലാ മുസ്ലിം സംഘടനകളും പറയാറുണ്ട്, ഇസ്ലാം ശാസ്ത്രമാണ്, ശാസ്ത്രത്തിന് വിരുദ്ധമായ ഒന്നുമില്ല. ഹിഗ്സ് ബോസോൺ കണ്ടുപിടിച്ചപ്പോ അത് ഖുർആനിലുണ്ടെന്നാണ് നമ്മളിപ്പോൾ സമർത്ഥിക്കുന്നത്. വികസിക്കുന്ന പ്രപഞ്ചം, ഡെവലപ്ഡ് യൂണിവേഴ്സൽ എന്ന് പറയുന്ന തിയറി കണ്ടുപിടിച്ചപ്പോ അത് ഖുർആനിലുണ്ടെന്ന് നമ്മളിപ്പോൾ പറയുന്നുണ്ട്. എല്ലാം ഖുർആനിലുണ്ട്. കാരണം നമ്മളത് പറയാൻ കാരണം ഖുർആനിലുണ്ട്, സംഗതി ശരി തന്നെയാണ്. പക്ഷെ ശാസ്ത്രം കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്. ആട്ടെ, എന്നാലും മതവിഭാഗങ്ങളൊക്കെ പറയുന്നത് ഇസ്ലാം ശാസ്ത്ര മതമാണ്, ശാസ്ത്രത്തിന് വിരുദ്ധമായ ഒന്നുമില്ല, അതുകൊണ്ട് ശാസ്ത്രീയമാണ്. കലണ്ടറിന്റെ കാര്യം പറഞ്ഞാലോ അത് പലതും ആവണം. ഇപ്പൊ വലിയൊരു പണ്ഡിതൻ, നിങ്ങളിവിടെ തന്നെ വന്ന പ്രസംഗിച്ചൊരു പണ്ഡിതൻ പറഞ്ഞ് കലണ്ടർ ഉണ്ടാക്കാൻ അലിമണിക്കാൻ പറയുന്ന കണക്കൊക്കെ അത്യാവശ്യം തന്നെയാണ്, അതങ്ങനെ ആവാണ്. പിന്നെ ഇബാദത്ത് തീരുമാനിക്കാൻ, നോമ്പും പെരുന്നാളും തീരുമാനിക്കാൻ ചന്ദ്രനെ കാണുന്ന വേണം. ആയിക്കോട്ടെ, അതിന് നമ്മൾ എതിരൊന്നുമില്ല. ഇവർ നമ്മൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിരിക്കുന്നത് ഇജ്ലാൽ കമ്മിറ്റി ഓഫ് ഇന്ത്യക്കാര് കാഴ്ചക്ക് എതിരാണെന്നാണ്. അല്ല, കാഴ്ച കാണണം. അത് എങ്ങനെ കാണണം എന്ന് നമ്മളുടെ മഹാനായ പണ്ഡിതൻ തന്നെ അബ്ദുസലാം സുല്ലമി എന്നൊരു പുസ്തകം എഴുതി. വളരെ പ്രൗഢമായ പുസ്തകം. ആ പുസ്തകം എല്ലാവരുടെ കയ്യിലുണ്ട്. ചന്ദ്രമാസം നമ്മൾ കണക്കും കാഴ്ചയും, ചന്ദ്രമാസം കണക്കും കാഴ്ചയും ഈ പുസ്തകത്തിൽ അദ്ദേഹം കാണണമെന്നേ പറഞ്ഞിട്ടുള്ളത്. കാണാൻ പൂർവികന്മാരായ ആളുകൾ എന്ത് പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തമിഴ് പറയുന്നത്. 3-4 നൂറ്റാണ്ട് മുതൽക്ക് ഇന്ന് വരെയുള്ളവരും അതിനു മുമ്പ് ഹദീസുകളിലും കാണേണ്ടത് എങ്ങനെയാണെന്നും കാഴ്ചയുടെ വ്യവസ്ഥ എന്താണെന്നും വളരെ കൃത്യമായി പണ്ഡിതന്മാരുടെ 100കണക്കിന് ഉദ്ധരണികൾ അറബി ഗ്രന്ഥങ്ങളിൽ അങ്ങനെ തന്നെ എടുത്തിട്ട് നമ്മുടെ മഹാനായ അബ്ദുസലാം സുല്ലമി ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പണ്ഡിതൻ എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഇന്ന് വരെ ഒരാൾ ചന്ദ്രൻ സംസാരിച്ചിട്ടില്ല. കാരണം എന്താണ്? ഇതിൽ പറഞ്ഞ സത്യം കിതാബുകളിലുള്ളതാണ്. അത് കാഴ്ചയെ ബേസാക്കാം. എങ്ങനെ ബേസാക്കണം? കാണും പോലെ, കാണുന്നതിനെ കാണുന്നോട്ട് കാണണം. ഇപ്പൊ നമ്മളിവിടെ ആൾക്കാരെ കാണാൻ പറഞ്ഞത് കേൾക്കാം, പടിഞ്ഞാട്ട് നോക്കാനാവും. പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും അത്യാവശ്യം അടുത്ത് പറഞ്ഞ കേൾക്കണമെന്നില്ലേ? മഗ്രിബ് എന്ന് പറഞ്ഞാൽ എന്താ? മഗ്രിബ് സ്റ്റാർട്ടിന്റെ പേരല്ല. മഗ്രിബ് എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലം. മശ്രിഖ് അതിന്റെ ഓപ്പോസിറ്റാണ് സൂര്യൻ ഉദിക്കുന്ന സ്ഥലം. മശ്രിഖ് അല്ലെങ്കിൽ മത്തല എന്ന് പറയും. മഗ്രിബ് അല്ലെങ്കിൽ മഗീബ് എന്ന് പറയും. സൂര്യൻ അസ്തമിക്കുന്ന വൈബായി പോകുന്ന മറിഞ്ഞു പോകുന്ന സ്ഥലത്തെ മഗീബ് എന്ന് പറയാറില്ല, അല്ലെങ്കിൽ മഗ്രിബ് എന്ന് പറയും. മശ്രിഖ് എന്ന് പറയും കിഴക്കിന്, അല്ലെങ്കിൽ മത്തല എന്ന് പറയും. പൂർവിക പണ്ഡിതന്മാർ മുഴുവൻ പറഞ്ഞത് ഇഖ്തിലാഫുൽ മതാലിഅ് പരിഗണിക്കരുത് എന്നാണ്. ഇഖ്തിലാഫുൽ മതാലിഅ് എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും സൂര്യോദയം ചന്ദ്രോദയം എപ്പോൾ ഉണ്ടാകുന്നു എന്നത് പരിഗണിക്കേണ്ടതില്ല. ചന്ദ്രമാസം നിർണ്ണയിക്കാൻ എന്നതിന് 100കണക്കിന് തെളിവുകളാണ് അബ്ദുസലാം സുല്ലമി നടത്തിയിട്ടുള്ളത്. ഇഖ്തിലാഫുൽ മതാലിഅ് അത് തന്നെ പാടില്ല എന്നാണ് പറയുന്നത്. പോട്ടെ, നമ്മളെ ആൾക്കാർ പറഞ്ഞതാണ് ഇഖ്തിലാഫുൽ മതാലിഅ് പരിഗണിക്കണം എന്നാണ്. ഓക്കെ, പരിഗണിക്കാം. അപ്പൊ ഇഖ്തിലാഫുൽ മതാലിഅ് പരിഗണിക്കുക പറഞ്ഞാൽ എവിടുത്തെ ഇഖ്തിലാഫാണ് പരിഗണിക്കേണ്ടത്? മത്ലയിലെ ഉദിക്കുന്ന സ്ഥലത്തെ സൂര്യന്റെയും ചന്ദ്രന്റെയും ഉദയ സമയത്തിന്റെ വ്യത്യാസം പരിഗണിക്കണം. അതല്ലേ? അങ്ങനെ തന്നെയല്ലേ പണ്ഡിതന്മാരെ ആൾക്കാരുണ്ടെങ്കിൽ പറയണം. ഇഖ്തിലാഫുൽ മതാലിഅ് പറഞ്ഞാൽ
ഉദയസ്ഥാനത്ത് സൂര്യൻ ഉദിക്കുന്നത് എപ്പോൾ, ചന്ദ്രൻ ഉദിക്കുന്നത് എപ്പോൾ? ആദ്യം സൂര്യനാണോ ഉദിക്കുന്നത്, ആദ്യം ചന്ദ്രനാണോ ഉദിക്കുന്നത്? അത് നോക്കിയിട്ട് ആ വ്യത്യാസം നോക്കുക. ചന്ദ്രൻ മറികടന്നിട്ട് ആദ്യം സൂര്യൻ ഉദിക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ മാസം മാറിയെന്ന് അർത്ഥം. ചന്ദ്രനാണ് ആദ്യം ഉദിക്കുന്നതെങ്കിൽ മാസം മാറിയിട്ടില്ല എന്ന് വന്നു. ഇത് തീരുമാനിക്കാൻ ഇഖ്തിലാഫുൽ മതാലിഹ് സ്വീകരിക്കണമെന്നാണ് പൂർവികന്മാരായ മഹാപണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞത്. ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുമായ ഇഖ്തിലാഫുൽ മതാലിഹ് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരാണ്. ഇവിടെയുള്ള മുജാഹിദുകളായ ആളുകൾ എമ്പാടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ പണ്ഡിതന്മാരോട് നമ്മൾ ചോദിച്ചു നോക്കുക, ഇഖ്തിലാഫുൽ മതാലിഹ് എന്ന് പറഞ്ഞത് എന്താണ്? ആ ഇഖ്തിലാഫുൽ മതാലിഹ് പരിഗണിക്കണം പരിഗണിക്കണ്ട എന്നതാണോ പണ്ഡിതന്മാരുടെ തീരുമാനത്തിൽ ഭൂരിപക്ഷമുള്ളത്? ചോദിച്ചു നോക്കി നിങ്ങൾ. ഇഖ്തിലാഫുൽ മതാലിഹ് പരിഗണിക്കാൻ പാടില്ല എന്ന് 98.5 അല്ലെങ്കിൽ 99% ലോക പണ്ഡിതന്മാരും പറയണത്. 1% പണ്ഡിതന്മാർ മാത്രമേ ഇഖ്തിലാഫുൽ മതാലിഹ് സ്വീകരിക്കാൻ പാടുള്ളൂ, സ്വീകരിക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞു. മനസ്സിലാക്കിയത്? എന്നിട്ട് നമ്മുടെ പണ്ഡിതന്മാര് ആ വിഷയത്തിൽ ഈ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം വിട്ടിട്ട് ഇഖ്തിലാഫുൽ മതാലിഹ് സ്വീകരിക്കണമെന്ന് പറയുന്നു. ഞാൻ അവരോട് ചോദിക്കട്ടെ, ഇഖ്തിലാഫുൽ മതാലിഹ് സ്വീകരിക്കണമെങ്കിൽ കിഴക്കോട്ടല്ലേ നോക്കേണ്ടത്? സൂര്യൻ ഉദിക്കുന്നിടത്ത് ആദ്യം ഉദിക്കുന്നത് ആരാണ്? ആദ്യം ഉദിക്കുന്ന സൂര്യനാണോ ചന്ദ്രനാണോ നോക്കണ്ടല്ലേ? ആ നോക്കേണ്ട വ്യത്യാസമാണല്ലോ നോക്കേണ്ടത്. പിന്നെ എന്താ ഖാദിമാരെ, പണ്ഡിതന്മാരെ, മൗലാനമാരെ, നേതാക്കന്മാരെ നിങ്ങൾ ഞങ്ങളോട് പടിഞ്ഞാട്ട് നോക്കാൻ പറയുന്നത്? പടിഞ്ഞാട്ട് അസ്തമനമല്ലേ നടക്കുന്നത്? സൂര്യൻ അസ്തമിക്കുന്നു, ചന്ദ്രൻ അസ്തമിക്കുന്നു. സൂര്യൻ അസ്തമിച്ചിട്ട് കുറച്ച് സമയം ചന്ദ്രൻ ഉണ്ടാകുമ്പോൾ ആ ചന്ദ്രൻ സൂര്യ വെളിച്ചം ഇല്ലാതാകുമ്പോൾ കാണും. അത് അസ്തമിക്കുന്ന ചന്ദ്രനാണത്. ഈ അസ്തമിക്കുന്ന ചന്ദ്രനെ കാണാൻ ആര് പഠിപ്പിച്ചു? അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല, റസൂൽ പഠിപ്പിച്ചിട്ടില്ല, സഹാബിമാർ പഠിപ്പിച്ചിട്ടില്ല, റസൂൽ കൽപ്പിച്ചിട്ടില്ല. റസൂൽ അങ്ങനെ ഒരു ചന്ദ്രനെ പടിഞ്ഞാട്ട് നോക്കിയിട്ട് തീരുമാനിക്കാൻ പറഞ്ഞിട്ടില്ല. ചന്ദ്രനെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിത് പറഞ്ഞപ്പോൾ ഇവര് ചന്ദ്രനെ കാണാൻ വേണ്ടി റസൂൽ പറഞ്ഞ ഹദീസാണ് അതിന് മറുപടിയായിട്ട് പറയുന്നത്. മനസ്സിലായി? പടിഞ്ഞാട്ട് നോക്കണമെന്ന് റസൂൽ പറഞ്ഞ ഒരു ഹദീസ് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റില്ല. പിന്നെ ചന്ദ്രനെ സൂര്യാസ്തമനത്തിന് ശേഷം ചന്ദ്രനെ എപ്പോഴാ കാണാൻ പറ്റുന്നത്? സൂര്യപ്രകാശം വാങ്ങുമ്പോഴാണ്. അത് 1-2 ദിവസങ്ങളേ ഉള്ളൂ. പിന്നത്തെ ദിവസങ്ങളൊക്കെ പകലും കാണും ചന്ദ്രനെ, അല്ലേ? ചന്ദ്രനെ പകല് കാണാറില്ല, എത്രയോ ദിവസം ചന്ദ്രനെ കാണാം. അപ്പൊ ചന്ദ്രനെ എപ്പോഴും എവിടെ വെച്ചിട്ട് നോക്കണമെന്ന് റസൂൽ പറഞ്ഞിട്ടില്ല. കാരണം എന്താ? റസൂലുള്ളാഹിന്റെ വാക്കിന് മുഅ്ജിസത്തുണ്ട്. സൂമുൽ റുയത്തി വഅഫ്തിറുൽ റുയത്തി എന്ന് പറഞ്ഞത് ഒരു ചന്ദ്രക്കലയല്ല, ഒരു ചന്ദ്രക്കലയെ കാണാനല്ല പറഞ്ഞത്. അത് ഖുർആൻ പറഞ്ഞ യസ്അലൂനക അനിൽ അഹില്ല ഖുൽ യ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രനിലെ അഹില്ലയും ഭൂമിയിൽ നിങ്ങൾ കൂട്ടുന്ന മീഖാത്തും എന്നിട്ട് നിങ്ങളുടെ ഇബാദത്തും ഒരുപോലെ വരണമെന്നാണ് അല്ലാഹു പറഞ്ഞത്. ഇപ്പൊ ഒരു കൂട്ടർക്ക് ബേജാറുണ്ടാകുന്നില്ല. പഠിച്ചപ്പോൾ കുറെ ആളുകൾ ഇങ്ങോട്ട് വന്നിട്ടില്ല, വരാമെന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ അവർ കേൾക്കാൻ വന്നിട്ടില്ല. ഞാൻ തമാശക്ക് വിചാരിക്കുന്നത് അവർ വേദാത്തതിന്റെ ബേജാറെന്താണെന്ന് വെച്ചാൽ ഒരു കൂട്ടർ ആദ്യം ശനിയാഴ്ച തീരുമാനിച്ചതായിരുന്നു പെരുന്നാൾ, പിന്നെ ഒരു കൂട്ടർ അത് മാറ്റിയിട്ട് ഇപ്പൊ വെള്ളിയാഴ്ചത്തേക്ക് ആക്കിക്കണം. ഇനി പഠിച്ചവനെ വേട് കേട്ടാൽ വ്യാഴാഴ്ച ആക്കേണ്ടി വരുമോ എന്ന് പേടി കൊണ്ടുവരാത്തതാണ്. അങ്ങനെ പേടിക്കണ്ട, വ്യാഴാഴ്ചയാണ് യഥാർത്ഥത്തിൽ ഇക്കൊല്ലത്തെ പെരുന്നാൾ ആഘോഷിക്കേണ്ടത്. കാരണം എന്താ? ഞാനീ പറഞ്ഞ കണക്ക് പ്രകാരം അശംസുവർ തമർ ബിഹസ്ബാൻ എന്നത് ഖുർആനിലെ ആയത്താണെങ്കിൽ അതുപോലെ ഡസൻ കണക്കിൽ അള്ളാഹുവിന്റെ പ്രകൃതിയിലെ സൂര്യനും ചന്ദ്രനുമെല്ലാം കൃത്യമായ കണക്കിന്റെയും വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ നോക്കുക, അഹൽത്തറാമിൻ ഫുതൂർ വല്ല ന്യൂനതയുണ്ടോ പരിശോധിക്കും. ഫർജിയൽ ബസറ അഹൽത്തറാമിൻ ഫുതൂർ സുമ്മർജിയൽ ബസറ കർറത്തൈനി. പിന്നെയും നോക്കിക്കൊന്നത് സൂര്യന്റെയും ചന്ദ്രന്റെയും ഉദയവും അസ്തമനവും സഞ്ചാരവും അതിന്റെ സഞ്ചാരപഥവും അതിന്റെ പ്രക്രിയകളും ഭ്രമണവും അതിന്റെ സ്വഭാവങ്ങളും ഒക്കെ എന്തെങ്കിലും ന്യൂനതകളുണ്ടോ എന്ന് നിങ്ങൾ നോക്ക്. നിങ്ങളുടെ കണ്ണ് തിരിച്ചു വന്നിട്ട് ക്ഷീണിച്ചു പോകുന്ന ഖുർആൻ പറഞ്ഞത്. നിങ്ങളുടെ മനസ്സും ശരീരവും കണ്ണും ക്ഷീണിക്കാന്നല്ലാതെ ന്യൂനത കണ്ടെത്താൻ പറ്റില്ല, ഒരു പോരായ്മ കണ്ടെത്താൻ പറ്റില്ല. ആ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം ശരിക്ക് ദുൽഹിജ്ജ 10 വരുന്നത് വ്യാഴാഴ്ചയാണ്. അപ്പൊ പിന്നെ ഒരു ചോദ്യം, അപ്പൊ പിന്നെ അറഫയിൽ ജനങ്ങൾ നിൽക്കുന്ന ദിവസമല്ലേ അറഫ കൊണ്ടാടേണ്ടത്? അർദ്ധസത്യമാണ് പറയുന്നത്. അർദ്ധസത്യം പൂർണ്ണ സത്യം ആവണമെങ്കിൽ ഇങ്ങനെ വേണം. ദുൽഹിജ്ജ 9-നാണ് ജനങ്ങൾ അറഫയിൽ നിൽക്കേണ്ടത്. ദുൽഹിജ്ജ 9-ന് ജനങ്ങൾ അറഫയിൽ നിൽക്കണം. ആര് നിൽക്കണം? 150 കോടി മുസൽമാന്മാരുടെ പ്രതിനിധികളായ വിവിഐപിമാരായ 30 ലക്ഷം ആൾക്കാർ. അവരെ അറഫയിൽ നിൽക്കണം. അവർ 30 ലക്ഷം ആൾക്കാരോട് വന്നാൽ മതി. അറഫയിലുള്ളവർ അവർ നിൽക്കേണ്ട ദിവസം അല്ലാഹു തആലയും പ്രവാചകനും പഠിപ്പിച്ചിട്ടുണ്ട് ദുൽഹിജ്ജ 9-നാണെന്ന്.
ദിൽഹിജ്ജ 9 അറഫയിൽ നിൽക്കണം. ആ നിൽക്കുന്ന ദിവസം അറഫാ ദിനമാണ്. ദിൽഹിജ്ജ 9 അറഫാ ദിനം എന്ന് പറയല്. അന്ന് ജനങ്ങൾ അറഫയിൽ നിൽക്കണം. ജുമയെ പറ്റി ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് 10-ാം തീയതി നിന്നിട്ട് അന്ന് യൗമ അറഫ എന്ന് പറഞ്ഞാലോ, അതാണ് ഇപ്പൊ നടക്കുന്നത്. 10-ാം തീയതി നിന്നിട്ട് യൗമ അറഫ ആ ദിവസത്തിന് പേരിട്ടു. അതാണ് ഈ കൺഫ്യൂഷൻ നമുക്കുണ്ടായത്. എനിക്ക് തോന്നുന്നത് വലിയ അനുഗ്രഹമാണ് നമുക്കിപ്പോ ഉണ്ടായ ഈ സംഭവം, വലിയ അനുഗ്രഹം. കാരണം ഇവരുടെ ഈ ഉറപ്പിക്കലിന് ഒരു അർത്ഥമില്ല. കോഴിമുട്ട ചൂടുള്ള പാത്രത്തിൽ പാരുന്ന അത്രയും കൂടി ഉറപ്പില്ല. അത് പറഞ്ഞാൽ ഇത്തിരി നേരം കഴിഞ്ഞ് ചൂടാവുന്നത് ഉറപ്പും, അത്ര ഉറപ്പില്ലതിന്. എന്താ പറയുന്നത്, കേരളത്തിലെ മതനേതൃത്വത്തിലെ മുഴുവൻ ആളുകളുടെയും പേര് നമ്മൾ പത്രത്തിൽ വായിച്ചു. അവരെല്ലാവരും ഉറപ്പിച്ചു ശനിയാഴ്ചയാണ് പെരുന്നാളെന്ന്. അതിന്റെ ഇരട്ടി ആളുകളെ പേരിൽ പിറ്റേ 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഉറപ്പിച്ചു വെള്ളിയാഴ്ചയാണ്. ഇതെന്ത് ഉറപ്പിക്കലായത്? ഇത് ഉറപ്പിക്കാൻ നിങ്ങൾ ഇത്രയധികം ആള് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉറപ്പിക്കാൻ. ഇതിങ്ങനെ ഉറപ്പിക്കേണ്ട ഒരു സാധനമായത്. ഇത് ഉറപ്പില്ലാത്ത സാധന ആണോ? ഇത് ഉറപ്പില്ലാത്ത പിന്നെ കുട്ടികൾ പറഞ്ഞില്ലേ അപ്പൂപ്പൻ്റെ ആടി മിഠായി പറഞ്ഞൊരു മിഠായി ഉണ്ട്, അതുപോലെ അങ്ങ് തൊടുമ്പോഴേക്ക് അതിന് നന്ദി കൊളുത്തു പോകും. ഇതിനൊരു വ്യവസ്ഥയില്ലേ? ഇതിനൊരു കലണ്ടർ ഇല്ലേ? ഞാൻ പറഞ്ഞില്ല മുഹറം 1-ാം തീയതി ഞാൻ ക്ഷണിക്കുന്ന പരിപാടി നിങ്ങൾ എപ്പോൾ വരും? ബ്രേക്കറ്റിൽ ഞാൻ തന്നെ എഴുതണം, നോട്ടീസിൽ ഗതികേടിന്റെ അറ്റം കൊണ്ട് നവംബർ 14-ാം തീയതി എഴുതണം. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോ വരും? അല്ലെങ്കിൽ 15-ാം തീയതി വ്യാഴാഴ്ച വരും. അന്നിന്റെ ഉദ്ഘാടന ഫംഗ്ഷൻ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഞാൻ അൽപ്പനാർ പറഞ്ഞ മാസികാളത്തിന്റെ ഒരു ഓഫീസ് ഉദ്ഘാടനം ഉണ്ട്, അതുകൊണ്ട് ഞാൻ അത് ഓർമ്മയാക്കി പറഞ്ഞത്. അത് വരുന്ന 14-ാം തീയതിയാണ്, നവംബർ 14-ാം തീയതി വെച്ചിരിക്കുന്നത്. അതായത് ഞാൻ തീരുമാനിച്ച മുഹറം 1-ാം തീയതി. പക്ഷെ ജനങ്ങൾക്കൊന്നും മനസ്സിലാകണില്ല, മുസ്ലിമീങ്ങൾക്ക് മനസ്സിലാകണില്ല, മുജാഹിദീങ്ങൾക്ക് മനസ്സിലാകണില്ല, സുന്നികൾക്ക് മനസ്സിലാകണില്ല. അതുകൊണ്ട് ഞാൻ അതിന് ബ്രേക്കറ്റ് കൊടുത്തു 14/11/2012 ബുധനാഴ്ചയാണ് കൊടുക്കുകയും വേണം. മറ്റേ ബുധനാഴ്ച എന്ന് പറയാൻ പറ്റില്ല. എന്റെ മോളെ കല്യാണം മുഹറം 15-ാം തീയതി വെച്ച് നിങ്ങൾ 7 ദിവസം കല്യാണത്തിന് വരും. എനിക്ക് കൂട്ടുകാർ അമേരിക്കയിലുണ്ട്, സൗദി അറേബ്യയിലുണ്ട്, എന്റെ കുടുംബങ്ങളുണ്ട്, പിന്നെ പലയിടത്ത് ലോകത്ത് പലയിടത്തുണ്ട്, ബാംഗ്ലൂരിലുണ്ട്, കേരളത്തിലൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഞാൻ കത്തയച്ചു എന്റെ മോളെ കല്യാണം മുഹറം 15-ാം തീയതി വരണട്ടോന്ന്. വരാന്ന് പറഞ്ഞു. മുഹറം 15-ാം തീയതി. മുഹറം 15-ാം തീയതി മനസ്സിലായി എന്ന് പറയും. പിന്നെ ചോദിക്കുക എപ്പോഴാ അത്? നീ എപ്പോഴാന്ന് ചോദിക്കേണ്ടി വരുന്നോണ്ടാ? എന്തുകൊണ്ടാ? ദിവസം നമുക്ക് ഫിക്സഡല്ല. അപ്പൊ എന്താ മുൻകൂട്ടിയിട്ടൊരു കാര്യം തീരുമാനിക്കാൻ പറ്റോ? ഇവർ പറഞ്ഞ കാഴ്ച പ്രകാരം കണ്ടിട്ട് തീരുമാനിക്കാനെങ്കിൽ കാണേണ്ട കാര്യം കാണാൻ പടിഞ്ഞാട്ട് അസ്തമിക്കണം നോക്കിയിട്ട് നാളെ 1-ാം തീയതി എന്ന് പറയാം. 1-ാം തീയതി സൂര്യനും ചന്ദ്രനും കൂടി ഉദിച്ചു. ആദ്യം സൂര്യൻ ഉദിച്ചു, കാരണം ചന്ദ്രൻ മറികടന്നു. ചന്ദ്രൻ മറികടക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്. സൂര്യനല്ല മറികടക്കുക, ചന്ദ്രനാണ് എപ്പോഴും മറികടക്കുക. കാരണം ചന്ദ്രൻ ഭൂമിക്ക് ഭൂമിയായിട്ട് സങ്കല്പിക്കുക. നിങ്ങൾ മൈക്ക് ഇവിടെ കാണിക്കാൻ പോകുന്നുണ്ട് മറിയമിനേഷൻ CD. ചന്ദ്രൻ ചെറിയൊരു വൃത്തത്തിൽ ഒരു 4.5 ലക്ഷം കിലോമീറ്റർ ചുറ്റളവിൽ ഭൂമിക്ക് ചുറ്റും 12 തവണ ചുറ്റിക്കറങ്ങും ഒരു കൊല്ലത്തിൽ. അതാണ് 12 മാസം. 15 കോടി കിലോമീറ്ററാണ് സൂര്യൻ അകലം. അത് നിൽക്കണമാതിരി കണക്കൂട്ടിക്കൂടെ ഈ വിളക്ക്. ആ വിളക്ക് നിൽക്കണമാതിരി സൂര്യൻ കൽപ്പിച്ച എന്റെ കൈ ചന്ദ്രനായിക്കോട്ടെ. ചന്ദ്രൻ ഇങ്ങനെ കറങ്ങാൻ ചുറ്റും ഒരു ദിവസം 12 ഡിഗ്രി നീങ്ങി, അങ്ങനെ 12 ഡിഗ്രി നീങ്ങിയിട്ട് ഒരു വട്ടം ഭൂമിക്ക് ചുറ്റും കറങ്ങുമ്പോഴേക്ക് ഒരു മാസം പൂർത്തിയാകും. അതിന് എത്ര ദിവസം പിടിക്കും? 29 ദിവസം അല്ലെങ്കിൽ 30 ദിവസം എന്ന് പ്രവാചകൻ പറഞ്ഞു. അതിന്റെ ഇടയിൽ അത് തീരുമാനിക്കണം പറഞ്ഞു. 29 അല്ലെങ്കിൽ അശ്ശഹ്റു ഹാക്കദ വഹാക്കദ വഹാക്കദ വശ്ശഹ്റു ഹാക്കദ വഹാക്കദ വഹാക്കദ ഇങ്ങനെ പ്രവാചകൻ പഠിപ്പിച്ചത്. മാസം ഇങ്ങനെ വരും, 30 വരും, 29 വരും, 30, 29, 30, 29 അങ്ങനെയല്ല റസൂൽ പറഞ്ഞത്. ഇങ്ങനെ വരും. ഹാക്കദ വഹാക്കദ വഹാക്കദ വശ്ശഹ്റു ഹാക്കദ വഹാക്കദ വഹാക്കദ. മാസം ഇങ്ങനെയും ഉണ്ടാകും, ഇങ്ങനെയും ഉണ്ടാകും. 29 ചിലപ്പോൾ തുടർച്ചയായിട്ട് 2-3 വരും. 30 ചിലപ്പോൾ 2 അടുത്തടുത്ത് വരും. ചിലപ്പോൾ 29, 30, 29, 30 ഇങ്ങനെ വരും. എങ്ങനെയായിരുന്നാലും 29, 30 ആയിട്ടാണ് എന്നാണ് റസൂൽ പറഞ്ഞത്. കാരണം എന്താണ്? വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കണക്ക് ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്കറിയില്ല. അതുകൊണ്ട് തന്നെ അത് വിട്ടു. ഇപ്പൊ അക്യുറേറ്റ് ആയിട്ടുള്ള കണക്ക് പറയുന്നത് 29 ദിവസം ആവുമ്പോൾ ഒരു മാസം പൂർത്തിയാവുന്ന ശാസ്ത്രം പറയുന്നത്. 29.53 സംതിങ് 29 ദിവസം. അപ്പൊ 29 ദിവസം കഴിയുമ്പോൾ ഒരു വട്ടം ചന്ദ്രൻ പൂർത്തീകരിക്കുന്നുണ്ട്. പക്ഷെ അര ദിവസമായിട്ട് ഇബാദത്ത് മനുഷ്യന് കണക്കാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ചന്ദ്രന് ഇല്ലാത്ത ഒരു അഹിലയിൽപ്പെട്ട ഒരു ഇല്ലാത്തൊരു ദിവസമുണ്ട് ചന്ദ്രന്. യൗമുൽ ഹുമ്മു എന്ന് പ്രവാചകൻ അതിന് പേരിട്ടു. യൗമുൽ ഹബീ എന്ന് പ്രവാചകൻ പേരിട്ടു.
യൗമ ഹാല അലൈഹി സഹാബു, മേഘം മൂടുന്നത് പോലെ മൂടിപ്പോകുന്ന ദിവസമുണ്ട് എന്ന് പറഞ്ഞു നബി. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു വജഅൽന ലൈല വന്നഹാറ ആയതൈനി ഫമഹൗനാ ആയത്തൽ ലൈൽ. കണ്ടോ, പകലിനും രാത്രിക്കും അല്ലാഹു തആല രണ്ട് അടയാളം വെച്ചിട്ടുണ്ട്. മുഫസ്സിറുകൾ അതിനെ വിശദീകരിച്ചു. പകലിന്റെ അടയാളം സൂര്യനാണെന്നും രാത്രിയുടെ അടയാളം ചന്ദ്രനാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു ഫമഹൗനാ ആയത്തൽ ലൈലി, ആയത്തുൽ ലൈലി പൂർണ്ണമായി മാഞ്ഞു പോകുന്ന ഒരു ദിനവുമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രക്രിയയുമുണ്ട്, ഒരു അവസ്ഥയുണ്ട്, ഒരു ദൃഷ്ടാന്തമുണ്ട്. അതും അല്ലാഹു തആല വെച്ചിരിക്കുന്നു. എന്തിന്? ലിതഅലമു അദദ സിനീന വൽ ഹിസാബ്, കാലവും കൊല്ലവും നിങ്ങളുടെ കണക്കും ഒക്കെ കൃത്യമാക്കി കൊണ്ടുവരാൻ. നിങ്ങൾക്ക് മുഹറം 15-ാം തീയതി എന്ന് ദുൽഹിജ്ജ 7-ാം തീയതി തീരുമാനിക്കണം. അപ്പൊ അതിന് നിങ്ങൾ നിശ്ചയിക്കാൻ കൂടിയാൽ മുഹറം 15-ാം തീയതി എന്റെ മകളെ കല്യാണം എന്ന് പറഞ്ഞാൽ ആ ദിവസവും ആ തീയതിയും മുൻകൂട്ടി നിശ്ചയിക്കണം. അതിനെന്ത് വേണം? ആ മഹൗന ആയത്തല്ലേ ഇത് തീരുമാനം എടുക്കണം. എപ്പോഴാണോ ചന്ദ്രന് കലയില്ലാത്തൊരു ദിവസം, 30 ദിവസമുള്ള ഒരു മാസമാണെങ്കിൽ 29 ചന്ദ്രക്കല മനുഷ്യൻ എത്ര നേത്രത്തോട് കാണാൻ കഴിയും? ഏതാണ്ട് എവിടുന്നെങ്കിലും കാണാൻ പറ്റും. പടിഞ്ഞാറെന്നോ കിഴക്കുന്നോ നടുക്കുന്നോ തലക്കുന്നോ എവിടെയെങ്കിലൊക്കെ കാണാൻ പറ്റും. 29 കല കാണാൻ പറ്റും. 30ാമത്തെ കല കാണില്ല. കാണാത്ത കലയുള്ള ദിവസം ഏതോ അത് ലാസ്റ്റ് ദിവസം അതിന് കിട്ടുന്ന 1-ാം തീയതി. എത്ര ലളിതമാണ് അള്ളാഹുവിന്റെ നിയമം. ഇനി 29 ദിവസം കണക്കൂട്ടാൻ പറ്റാവുന്ന മാസമാണെങ്കിൽ 29 ദിവസമേ ഒരു മാസത്തിനുള്ളിൽ എന്ന് റസൂൽ പറഞ്ഞതുപോലെയുള്ള ദിവസമാണെങ്കിൽ ആ മാസത്തിന് 28 കല കണ്ണുകൊണ്ട് കാണാൻ പറ്റും. 28ാമത്തെ കലയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിരിക്കുന്നു. അവസാനത്തെ കലയെക്കുറിച്ച് 28ലെയോ അല്ലെങ്കിൽ 29ലെയോ ചന്ദ്രകലയെ പറ്റി. അതിനാണ് ഖുർആൻ ഉർജുൽ ഖദീം എന്ന് പറഞ്ഞത്. വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജുൽ ഖദീം, ചന്ദ്രന് നാം മഞ്ചലുകൾ വെച്ചിട്ടുണ്ട്. ഖദ്ദർനാൻ അവിടെ മാദിയായ പേര് ഉപയോഗിച്ച്. ഇവിടെ അറബി കോളേജിലൊക്കെ പഠിച്ചവരും അത്യാവശ്യം പഠിച്ചവരുണ്ടല്ലോ, മാഷന്മാരൊക്കെ ഉണ്ടല്ലോ. ഖദ്ദർന മാദിയ മുദാരിയ, മാദിയല്ലേ? ഖദ്ദർന, നാം നിർണയിച്ചു കഴിഞ്ഞിരിക്കുന്നു മനാസില, ചന്ദ്രന് മഞ്ചില്. ഖുർആൻ പല സ്ഥലത്ത് ആവർത്തിക്കുന്നുണ്ട് ഖദ്ദർന മനാസില എന്നുള്ളത്. ചന്ദ്രന് വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനുൽ ഖദീം, എന്നിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ചന്ദ്രന് ഉർജൂനുൽ ഖദീം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ചന്ദ്രൻ പോകുന്നത് കാണാം. എന്താ ഉർജൂനുൽ ഖദീം? മുഫസ്സിറുകളൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? അത് നൂല് പോലെ വളഞ്ഞതാണ്, അത് പട്ട പോലെ അങ്ങനെ വളഞ്ഞതാണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള അതിന്റെ ഷേപ്പിനെ പറ്റി പറയാറുണ്ട്. പക്ഷെ അത് ചന്ദ്രമാസത്തിൽ അവസാനം കാണാവുന്ന ചന്ദ്രക്കലയാണ് എന്ന് വളരെ അപൂർവം ചില മുഫസ്സിറുകൾ, ആധുനിക മുഫസ്സിറുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പഴയ കാലത്ത് അറിയില്ല, അതുകൊണ്ടാണ്. എന്നാൽ ഉർജുൽ ഖദീം എന്ന് പറയുന്ന പ്രക്രിയയെക്കുറിച്ച് അറബികൾക്ക് വളരെ വ്യക്തമാണ്. അവർ അത് കാണുകയും തീരുമാനിക്കുകയും ചെയ്യുന്നതാണ്. അത് സൂര്യോദയത്തിന്റെ മുമ്പ്, സുബഹി ബാങ്ക് കൊടുത്തതിന് ശേഷം സൂര്യോദയത്തിന്റെ മുമ്പ് ഉദിക്കുന്ന ചന്ദ്രക്കല. അത് നിങ്ങൾ കിഴക്കോട്ട് നോക്കണം. ആ കിഴക്കോട്ട് നോക്കിയാൽ ഉർജുൽ ഖദീം മനസ്സിലായി. അപ്പൊ ഇന്ന് ചന്ദ്രനുണ്ട്, അപ്പൊ ലാസ്റ്റ് ഡേ അല്ല. ഇന്ന് എത്രയെന്ന് 28 എണ്ണി വന്നപ്പോ 28-ന് കണ്ടിട്ടുണ്ട് ചന്ദ്രക്കല. അപ്പൊ നാളെ ഉണ്ടാവില്ല, ചന്ദ്രൻ ഉണ്ടാവില്ല. നോക്കുക, 29 നോക്കുക, സൂര്യൻ ഉദിക്കുമ്പോ സൂര്യനോട് ഒപ്പൊതിച്ചിട്ടുണ്ടാവും കാണുന്ന ചന്ദ്രക്കല. അത് ലാസ്റ്റ് ഡേയിൽ കൺജങ്ഷൻ ഡേ, സൂര്യനും ചന്ദ്രനും ഭൂമിയും കൂടി ഒരേ പ്രതലത്തിൽ വരുന്നു. അന്ന് സൂര്യന്റെ ചന്ദ്രന്റെ ഒരു തരിമ്പിൽ പോലും സൂര്യപ്രകാശം തട്ടുന്നത് ഭൂമിക്ക് റിഫ്ലക്റ്റ് ആകില്ല, ഭൂമിയിലേക്ക് പ്രതിഫലിക്കില്ല. അതുകൊണ്ട് ഭൂമിയിലെ വാസികൾക്ക് ഏതാണ്ട് 24 മണിക്കൂർ 23 മണിക്കൂർ സമയം ചന്ദ്രക്കല കാണുകയേയില്ല. അതാണ് മഹൗന ആയത്തൽ ലൈലി എന്ന് ഖുർആൻ പറഞ്ഞത്. ന്യൂ മൂണിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു എന്ന് ഞാൻ പറയുന്നത് കൊണ്ടാണ്. മഹൗന ആയത്തൽ ലൈലി, ആയത്തുൽ ലൈലി രാത്രിയുടെ അടയാളമായ ചന്ദ്രനെ ഞാൻ മായ്ച്ചു കളയുന്നു. വജഅൽന ആയത്തൻ നഹാരി മുബ്സിറത്തൻ, സൂര്യൻ അങ്ങനത്തെ ഒരു പ്രക്രിയയില്ല കേട്ടോ. സൂര്യൻ എന്തും മുബ്സിറത്താണ്, മനുഷ്യന് കാഴ്ച നൽകുന്നതാണ്. എല്ലാ ദിവസവും സൂര്യൻ ഉണ്ടാവും. ഒരു ദിവസവും സൂര്യനില്ലാത്തൊരവസ്ഥയില്ല. സൂര്യന് മഹമില്ല, സൂര്യന് ഒമ്മില്ല, സൂര്യന് ഉബിയില്ല, സൂര്യന് ശത്രില്ല, മറയില്ല. കാരണം അതെല്ലാ 365 ദിവസവും ഭൂമിയിൽ അത് എവിടെയെങ്കിലുമൊക്കെ സൂര്യനെ കണ്ടുകൊണ്ടേയിരിക്കും. 6 മാസം തുടർച്ചയായിട്ട് പകലും 6 മാസം തുടർച്ചയായിട്ട് രാത്രിയുള്ള ദുർപ്രദേശങ്ങളിലുണ്ട്. പക്ഷെ ദുർപ്രദേശങ്ങളിൽ അവിടെ സൂര്യനെ കണ്ടില്ലെങ്കിലും കാണുന്ന സ്ഥലം ഭൂമിയെമ്പാടുണ്ട്. 99% കാണുന്നുണ്ട്, 1% കാണാത്തുണ്ട്. അപ്പൊ സൂര്യനെ എങ്ങനെ കാണും? അതേ സ്ഥാനത്ത് ഭൂമിയിലെ 100% സ്ഥലത്തും ഒരു ദിവസം ചന്ദ്രനെ കാണൂല. ആ ചന്ദ്രനെ കാണാത്ത ദിവസം തീരുമാനിക്കാനാണ് അള്ളാഹു റസൂലും പറയുന്നത്. ആ ദിവസം തീരുമാനിച്ചാൽ അതിന് പിറ്റേ ദിവസം ഒന്നാണ് എന്ന് കണ്ണും കൂട്ടിയിട്ട് ഏത് കണ്ണുപൊട്ടെന്ന് പറയാൻ പറ്റും?
അപ്പൊ അവസാന ദിവസം തീരുമാനിക്കണം. അതിനെന്ത് വേണം? അവസാന ദിവസം തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കോയക്കുടി പാറയ്ക്ക് അവിടെ കൂളിമാടങ്ങാടിയിൽ പ്രസംഗിക്കാൻ വരും, മോനെ ഈ ഒന്ന് കൂട്ടിക്കൊണ്ടുപോവാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരാളെ വിടുകയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടെത്തണല്ലേ പറഞ്ഞേക്കൽ. തീരെ എന്നെ പരിചയമില്ലാത്തതിന്റെ മുഖം പോലും കണ്ടിട്ടില്ലാത്ത ഒരാളെ പറഞ്ഞേക്കില്ലല്ലോ. എനിക്കറിയില്ല ആളാരാണെന്ന് എന്നല്ലേ പറയാ. എന്നാ അറിയുന്ന ഒരാളെ അടിപിടിക്കും, ഇതൊന്ന് പോയി കൂട്ടിക്കൊണ്ടാകുന്നത്. അതേപോലെ ഇന്നലെയും മെനിഞ്ഞാന്നും നാലാന്നും ഒക്കെ ചന്ദ്രൻ എവിടെയായിരുന്നു എന്ന് കാണുന്നവർക്ക് ഇന്ന് ചന്ദ്രന്റെ പൊസിഷൻ വേഗത്തിൽ പിടുത്തം കിട്ടുള്ളൂ. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു യസ്അലൂനക അഹില്ല. അറബികൾ കണ്ടതും അതാണ്, അറബികൾ ചോദിച്ചതും അതാണ്. അറബികൾ ഒരിക്കലും യസ്അലൂനക അനിൽ ഹിലാലി എന്ന് ഖുർആനിലുണ്ടോ? യസ്അലൂനക അനിൽ ഹിലാലി എന്നാണോ ഖുർആൻ പറഞ്ഞത്? യസ്അലൂനക അനിൽ അഹില്ല. അങ്ങനെ ശുക്ർ സാഹിബ് ഖുർആനിലുള്ളത് സൂറത്ത് ബഖറയിലെ 189 ആയത്തില് യസ്അലൂനക അനിൽ അഹില്ല എന്നാ പറഞ്ഞത്, യസ്അലൂനക അനിൽ ഹിലാൽ എന്നല്ല. അപ്പൊ നബിയുടെ മറുപടി എങ്ങനെ ആകണം? നബിന്റെ മറുപടി എങ്ങനെ ആകണം? കാണാത്ത ചന്ദ്രക്കല എന്നാണോ, അല്ലെങ്കിൽ കല കാണുന്ന ചന്ദ്രക്കലകൾ എന്നാണോ നബി മറുപടി പറയേണ്ടത്? നബിന്റെ മറുപടി പറഞ്ഞു. ബുഖാരി, മുസ്ലിം, സിയാസത്തിൽപ്പെട്ട എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളും എല്ലാ മുഫസ്സിറുകളും വിശദീകരിച്ചു. ജഅലല്ലാഹുൽ അഹില്ലത മവാഖീത ലിന്നാസി ഫസ്ഉമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി ഫഇൻ ഗുമ്മ അലൈക്കും ഫഖ്ദുറൂ ലഹ്. ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹി ഹദീസാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ജഅലല്ലാഹുൽ അഹില്ലത, അഹില്ലത്തിന് അല്ലാഹു തആല ആക്കിയ. അഹില്ലത്ത് എന്താണ്? ഹിലാലിന്റെ ജമ്മായിട്ടാണ് അറബി ഭാഷയിൽ പ്രയോഗിക്കുക. ഏകവചനം ഖുർആൻ പ്രയോഗിച്ചിട്ടുന്നില്ല. എന്തുകൊണ്ട് ഖുർആൻ പ്രയോഗിച്ചില്ല? ഏകവചനം പറഞ്ഞാൽ ഒരു ഹിലാലിനെ മാത്രം പറഞ്ഞാൽ അതിനെ ഫോക്കസ് ചെയ്താൽ കാണാൻ കഴിയാൻ പ്രയാസമാണ്. അഹില്ലത്തിനെ തന്നെ കാണണം. എല്ലാ ദിവസത്തെയും ചന്ദ്രനെ കാണണം. ചന്ദ്രന് അതിന് ശരിക്കുള്ള ചെക്കിംഗ് പോയിന്റ്സുകളുണ്ട്. 7-ാം തീയതി കഴിഞ്ഞിട്ട് 8-ാം തീയതി സന്ധ്യ ആവുമ്പോ 8-ാം തീയതിയിലേക്ക് കിടക്കുന്ന സന്ധ്യക്ക് ചന്ദ്രന് അർദ്ധചന്ദ്രൻ സൂര്യാസ്തമിക്കുന്ന സമയത്ത് നെറുകന്തലയിൽ ഏതാണ്ട് 90 ഡിഗ്രി ഉണ്ടാവും. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കും, ചന്ദ്രൻ തലക്ക് മുകളിൽ അസ്തമന സമയത്ത് അർദ്ധചന്ദ്രൻ പെട്ടെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അങ്ങനെയാണ് അവർ തീരുമാനിച്ചത്. അവർ ദിൽഹിജ്ജ തീരുമാനിച്ചത് അങ്ങനെയാണ്. അല്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദിൽഖഅദ 25-ന് പുറപ്പെട്ടിട്ട് മക്കയിലെത്തിയല്ലോ. മക്കയിലെത്തുന്നതിനിടയിൽ മാസം മാറിയിരിക്കണം. ചരിത്രത്തിന്റെ എവിടെയും മാസം മാറിയെ പറ്റി കണ്ടുവെന്നോ കണ്ടില്ല എന്നുള്ളൊരു അർത്ഥമില്ല. പിന്നെ ഒരു മാസത്തിനെ പറ്റി ഒരു തീരുമാനം പറഞ്ഞപ്പോഴാണെന്നറിയോ, അഹില്ലകൾ കണ്ടു. 1, 2, 3, 4 ഒക്കെ അവർ കണ്ടിട്ട് 7-ന്റെ അന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കുകയാണ്, നബിയെ ഞങ്ങൾ അസ്തമിക്കുന്ന സമയത്ത് നെറുകന്തലയിൽ അർദ്ധചന്ദ്രനെ കാണുന്നു, അതുകൊണ്ട് നബിയെ നാളെ 8 അല്ലേ? അപ്പൊ റസൂൽ പറഞ്ഞു ഫൈദൻ അലൈക്കും അൻ തുഹില്ലു ഗദൻ, നാളെ നിങ്ങൾക്ക് ഇഹ്റാം ചെയ്യാം. അങ്ങനെയാണ് 8 തീരുമാനിച്ചത്. അങ്ങനെയാണ് നബി മിനായിലേക്ക് ആളുകളോടെല്ലാം പുറപ്പെടാൻ പറയുന്നതും മിനായിൽ പോകുന്നതും ഇഹ്റാം ചെയ്യുന്നതും. അപ്പൊ 7-ന്റെ അന്ന് സന്ധ്യക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞു അവർക്ക്. അഹില്ല കണ്ടപ്പോ അഹില്ലയിലെ അന്നത്തെ അഹില്ല കണ്ടപ്പോ, അന്നത്തെ ഹിലാലിൽ വെച്ചോളൂ, അന്നത്തെ ഹിലാൽ കണ്ടപ്പോ അത് കണ്ട് തീരുമാനിക്കണം. അതുപോലെ തന്നെ 14 ഇതാണ് 14. സൂര്യൻ അസ്തമിക്കുമ്പോൾ ചന്ദ്രൻ ഉദിക്കുക. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുമ്പോൾ കിഴക്ക് ചന്ദ്രൻ, പൂർണ്ണ ചന്ദ്രൻ. അന്ന് 14 അല്ലാതെ ചില വ്യത്യാസത്തിൽ 15-ലേക്ക് കടക്കും. ചിലപ്പോൾ അത്യപൂർവമായിട്ട് 16-ലേക്ക് വരും. 14, 15, 16 ആയിട്ട് പൂർണ്ണചന്ദ്രൻ കാണാൻ പറ്റും. അത് 13, 14, 15 കണക്കാക്കാൻ അതിന് മുമ്പുള്ള അഹില്ലയും അതിന്റെ തൊട്ട മാസത്തിലെ ഉറുജുൽഖദി നോക്കിയാൽ മതി. അതുകൊണ്ടാണ് നബി പറഞ്ഞത്, നിങ്ങൾ റമദാൻ ശരിയാക്കാൻ ശഅബാനിനെ നോക്കുക. ശഅബാനിനെ നിങ്ങൾ വളരെ കരുതലോടുകൂടി പരിഗണിക്കുക. ശഅബാനെ പരിഗണിക്കണമെങ്കിൽ റജബ് നോക്കണം. അപ്പൊ ഓരോ മാസവും കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ നിരീക്ഷിച്ചു വരണം. ഈ നിരീക്ഷണത്തെക്കാണ് ഖുർആൻ പറയുന്നത് മുഴുവനും. ഈ നിരീക്ഷണത്തെ കുറിച്ചാണ് റസൂലും പറയുന്നത്. അറബികളും നിരീക്ഷിച്ചിട്ടാണ് പറഞ്ഞത്. മുഫസ്സിറുകളെല്ലാം പറഞ്ഞു. യസ്അലൂനക അനിൽ അഹില്ല എന്ന ഖുർആനിലെ തഫ്സീറിനെ മറിച്ചോക്കിക്കളി. നിങ്ങൾ പച്ചമലയാളത്തിൽ നമ്മുടെ അമാനി മൗലിയുടെ പരിഭാഷ എടുത്ത് മറിച്ചോക്കിക്കൊള്ളി. അതിൽ പറഞ്ഞത് അറബികളുടെ സംശയം, ചന്ദ്രൻ ഇങ്ങനെ ആദ്യം ചെറുതായി കുറെ ദിവസങ്ങൾ ഇങ്ങനെ കാണുന്നു, വലുതായി വരും. പിന്നെ അർദ്ധചന്ദ്രൻ, പിന്നെ പൂർണ്ണചന്ദ്രൻ, പിന്നെ കാണാതെ ചെറുതായി അർദ്ധചന്ദ്രൻ, പിന്നെ കാണാൻ ഉറുജുൽഖദീന്റെ അവസ്ഥയിലേക്ക് പോകുന്നു. എന്താ റസൂൽ എന്നാ ചോദ്യം. അതിന് മറുപടി പറഞ്ഞാണ് യസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസി. ആ അഹില്ലത്ത് മവാഖീതു ലിന്നാസ്. അന്നാസാര യാ അയ്യുന്നാസാര, കേരളക്കാർ മാത്രം. ഈ കാഴ്ചക്കാർ കാട്ടിക്കൂട്ടുന്ന വിക്രസുകൾ കാണുമ്പോൾ ചിരിച്ച് പലപ്പോഴും ബോധം കെട്ടുപോകാൻ പറ്റുന്നത്. കാരണം എന്താ പറയുക,
കാഴ്ചക്ക് എന്താ ഒരു മാനദണ്ഡം? അതൊന്ന് എടുക്കുക ആദ്യം. കാസർഗോഡ് കണ്ടാൽ കന്യാകുമാരി വരെ സ്വീകരിക്കാം. ഇപ്പൊ മാനദണ്ഡം അതാണ്. ഇവിടുന്ന് അങ്ങോട്ട് നടക്കട്ടെ. പെരുന്നാളെപ്പള കർണാടകക്കാർക്ക്, പെരുന്നാളെപ്പള തമിഴ്നാട്ടുകാർക്ക്, ഡൽഹിക്കാർക്കും ശനിയാഴ്ചയാണ്. ഞമ്മക്കെപ്പള വെള്ളിയാഴ്ച. ആരാ ഈ അതിർത്തി നിർണയിച്ചത്? കേരളം. അള്ളാഹുത്തല അങ്ങനെ വച്ചതാണ് മാപ്പ്. നമ്മൾ വന്ന മറ്റേ ചങ്ങായി മഴ പറഞ്ഞിട്ടുണ്ടാകാ കേരള. അള്ളാഹ് അങ്ങനെ വച്ചിരിക്കണം കേരളത്തിന്റെ മാപ്പ്. നമ്മുടെ നഗരത്തിൽ നമ്മൾ വരാച്ചാൽ. അപ്പൊ കേരളത്തിന്റെ അതിർത്തി ഇനി പോട്ടെ. മംഗലാപുരം മാസം കണ്ടു. തൊട്ടടുത്ത് 40 കിലോമീറ്റർ ദൂരമില്ല കാസർകോട്ടേക്ക്. മംഗലാപുരത്ത് മാസം കണ്ടാൽ കാസർകോട്ടേക്ക് പറ്റൂല. ഇന്നെ പിന്നെ കാഴ്ചക്കാർ നിങ്ങൾ പറയും പരപ്പനങ്ങാടി കണ്ടിട്ട് നിങ്ങൾ എങ്ങനെ ഇപ്പൊ തീരുമാനിച്ചു? കാസർഗോഡ് വരെയുള്ളവർക്ക് എങ്ങനെ തീരുമാനിച്ചു നിങ്ങൾ? മംഗലാപുരം പിന്നെ മറ്റേ പരപ്പനങ്ങാടി കണ്ടാൽ പരപ്പനങ്ങാടിക്കാർ നോമ്പോട്ടിട്ട് പെരുന്നാളുകൊണ്ടിട്ട് തിരൂർക്കാരെന്തിനാത് ചെയ്യണം? പൊന്നാനിക്കാരെന്തിനാത് ചെയ്യുന്നത്? എന്തിനാ കോഴിക്കോട്ടുകാർ സ്വീകരിക്കണം? അപ്പൊ എന്താ മാനദണ്ഡം? അന്ന് പറയും കാഴ്ചയുടെ മാനദണ്ഡം ഇതാണോ എന്ന് പഠിപ്പിച്ചത്? റസൂല് പഠിപ്പിച്ച മാനദണ്ഡം ഇതാണോ? അല്ല എന്നാണ് ഖുർആനും സുന്നത്തും പരിശോധിച്ചപ്പോ എന്നെ പോലത്തെ വിനീതന്മാർക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഇതിനു വേണ്ടി കറ്റകറ്റി ഇറങ്ങിയിരിക്കുന്നത്. വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ട് ഈ ജനങ്ങളുടെ മുമ്പിൽ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ കാഴ്ചക്കൽ മാനദണ്ഡം വെക്കിങ്ങള് കാസർഗോഡ് കണ്ട കന്യാകുമാരി വരെയുള്ള 450-500 കിലോമീറ്റർ നീളത്തിൽ കിടക്കണ വീതി കിടക്കണ കേരളം മുഴുവൻ പറ്റും. പെരുന്നാൾ പറ്റും. തൊട്ടടുത്ത് കളിക്കാവിട എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതിനടുത്ത് നാഷണൽ ഹൈവേ കടന്നു പോകുന്നുണ്ട്. അപ്പുറം അഹ്ലിയാദീസിന്റെ പള്ളി, ഇപ്പുറം മുജാഹിദിന്റെ പള്ളി. മുജാഹിദിന്റെ പള്ളിയിൽ പെരുന്നാൾ ആവുമ്പോ അവിടെ നോമ്പ്. ഇതെന്താ? ഒരു റോഡേ വ്യത്യാസം. എന്താ കാര്യം? അത് തമിഴ്നാട്ടിൽ പെട്ടുപോയി. അത് അഹ്ലിയാദീസിന്റെ പള്ളിയാ, ഇത് മുജാഹിദിന്റെ പള്ളിയാ. ഇവിടെ പെരുന്നാൾ അവിടെ നോമ്പ്, അവിടെ നോമ്പ്, അല്ലെങ്കിൽ അവിടെ പെരുന്നാൾ ഇവിടെ നോമ്പ്. ഇതെന്താ? എന്താ കാഴ്ചയുടെ മാനദണ്ഡം പറയുന്നത്? അങ്ങനെ കാഴ്ചക്കൽ മാനദണ്ഡം പറയാൻ പറ്റൂല. അതന്നെ അവിടെ തന്നെ മാനണ്ടാക്കാൻ പറ്റൂല. കാഴ്ചയുടെ മാനദണ്ഡം അല്ല, നിരീക്ഷണത്തിന്റെ മാനദണ്ഡമാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. അതാണ് യസ്അലൂനകനില്ലാഹില്ല. അറബികൾ ചോദിച്ചത് ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങളാണ്. വൃദ്ധിക്ഷയങ്ങൾ നമ്മൾ മലയാളത്തിൽ പരിഭാഷ കൊടുക്കല. ഹില്ലക്ക് വൃദ്ധിക്ഷയങ്ങൾ. വൃദ്ധി എന്ന് പറഞ്ഞാൽ വർദ്ധനവ്, ക്ഷയം എന്ന് പറഞ്ഞാൽ ക്ഷീണം. ചന്ദ്രൻ ഇങ്ങനെ വല്ലാതെ വരും, ചെറുതായി ഇങ്ങനെ പോവാം. ഈ അവസ്ഥ എന്താണെന്നാ അതിന് മറുപടി കുല്ലിയ മവാഖിദുൽ ലിന്നാസ്. ലോകത്തുള്ള മനുഷ്യർക്ക് മുഴുവൻ അത് കലണ്ടറാണ്, മീഖാത്താണ്, കാലനിർണയത്തിന് മാനദണ്ഡമാണ്. മാത്രമല്ല ഇബാദത്തും അതിനനുസരിച്ച് വേണം. വൽ ഹജ്ജ്, പ്രത്യേകിച്ചും ഹജ്ജ്. ഹജ്ജ് ലോകത്തിൻ്റെതാണ്. ഇപ്പൊ നോക്ക് നിങ്ങൾ, ഈ കൊല്ലം അമേരിക്കയിൽ നിന്നും പിന്നെ ആഫ്രിക്കയിൽ നിന്നും വരുന്ന ആൾക്കാർക്ക് എന്തൊരു വേവലാതി എന്നറിയോ പ്രശ്നം? കാരണം അവരുടെ സൂര്യാസ്തമന ശേഷം നിങ്ങൾ പറഞ്ഞ കാഴ്ചപ്രകാരം അവരുടെ സൂര്യാസ്തമനത്തില് ചക്രവാളത്തിൽ ചന്ദ്രനുണ്ടായിരുന്ന സൂര്യാസ്തമന ശേഷം. കേരളത്തിൽ ഇത് തുടങ്ങിയത് തന്നെ 1976 ഇലാ കമ്മിറ്റി രൂപീകരിക്കുന്ന കാലഘട്ടത്തില് കേരളത്തിലുണ്ടായ പ്രശ്നം തന്നെയായിരുന്നു. അന്നുണ്ടായ പ്രശ്നം എന്താ വെച്ചാല് അസ്തമിച്ചു പോയ ചന്ദ്രൻ അസ്തമിച്ചു പോയിരിക്കുന്നു സൂര്യാസ്തമനത്തിന് മുമ്പൻ. അത് കണ്ടു എന്ന് പറഞ്ഞ തീരുമാനം എടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് മാറ്റണം എന്ന് മുജാഹിദുകൾ ആദ്യമായിട്ട് ഒച്ചുണ്ടാക്കി വന്നു. എന്നാൽ പല പെരുന്നാളുകളും ഉറപ്പിച്ചു. ചന്ദ്രൻ ആദ്യം അസ്തമിച്ചു പോയിക്കണം, പിന്നാലെ സൂര്യൻ അസ്തമിച്ചു. എന്നിട്ട് ഇവർ പറയാൻ തന്നെ ചന്ദ്രനെ കണ്ടു. എന്നിട്ട് ഉറപ്പിച്ചു കൊടുക്കുക കാദിമാര്. ഈ തോന്നിയാസം ചെയ്യരുത് എന്ന് മുജാഹിദിനെ വിളിച്ചു പറഞ്ഞു. പെരുന്നാൾ 2, 3, 4 അല്ലേ? കേരളത്തിൽ നിങ്ങൾക്ക് അറിയാം. ഇവിടെയുള്ള ഒരു 10-30 വയസ്സിന് അപ്പുറമുള്ള എല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഹിലാൽ കമ്മിറ്റി രൂപീകരിച്ചപ്പോണ്ടായ ഭിന്നത പോലെ കേരള ചരിത്രം കണ്ട ഭിന്നത വേറെ ഉണ്ടായിട്ടില്ല. ഒരു വീട്ടിൽ തന്നെ 2 പെരുന്നാൾ ഉണ്ടായിട്ടില്ല. ഒരു വീട്ടിൽ തന്നെ 2-3 പെരുന്നാളായിട്ടില്ല ഹിലാൽ കമ്മിറ്റി ഉണ്ടാക്കിയപ്പോ. അപ്പൊ ഞമ്മക്കൊക്കെ പ്രതീക്ഷ ഉണ്ടായി, ഹിലാൽ കമ്മിറ്റി സയന്റിഫിക്കലായിട്ട് നമ്മളെ വളർത്തും, ബുദ്ധിപരമായി ക്ഷീണിപ്പിക്കൂല. KC അബൂബക്കർ മൗലവി എന്നോട് വളരെ വ്യക്തമായിട്ട്, അന്ന് ഞാൻ യുവാവായ പ്രാസംഗികരാ, അന്ന് ഞാൻ പറഞ്ഞു, KC അബൂബക്കർ മൗലവിയോട് പറഞ്ഞു, അല്ല മൗലവി സാഹിബേ, ഒരു സംഗതി ശരി, അസ്തമിച്ച ചന്ദ്രനെ കണ്ടു എന്ന് പറഞ്ഞാൽ ഇത്ര മിനിറ്റ് മുമ്പ് അസ്തമിച്ചു പോയി, അതൊന്നും കാണൂല. എന്നിട്ട് കണ്ടത് സുന്നിയോട് പറഞ്ഞാൽ സ്വീകരിക്കേണ്ട, ശരി, സമ്മതിച്ചു. പണ്ഡിതന്മാരൊക്കെ പറഞ്ഞനുസരിച്ച് ശരി. എന്നാൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം 1 മിനിറ്റ് ചന്ദ്രനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സാധാരണ ബുദ്ധി പോലും പറയുന്നില്ലേ മാസം മാറിയിട്ടോന്ന്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രഖ്യാപിച്ചൂടാ എന്ന് ഞാൻ KC അബൂബക്കർ മൗലവിയോട് ചോദിച്ചു. റഹ്മുള്ള KC അബൂബക്കർ മൗലവി എന്ന് കേട്ടില്ല നിങ്ങൾ? KC അബൂബക്കർ മൗലവിയോട് ചോദിച്ചു. സരസനായ പ്രാസംഗികനുമാണ്, നല്ല പണ്ഡിതനുമാണ്, ലീഗിന്റെ വലിയ നേതാവായിരുന്നു. KC പറഞ്ഞു, പൊന്നു മോനെ ഇപ്പത് പറയല്ലേ. കേസിന്റെ തമാശ അങ്ങനെയാണ്, പൊന്നു മോനെ ഇപ്പത് പറയാനായിട്ടില്ലടാ,
അത് നമുക്ക് പറയാം, ഇത്തിരി കൂടി കഴിഞ്ഞോട്ടെ, ആദ്യം ഇവരിത് ഉറപ്പിക്കട്ടെ. ഏതുറപ്പിക്കട്ടെ? ഇല്ലാത്ത ചന്ദ്രനെ കണ്ടു എന്ന് പറയുന്നത് സ്വീകരിക്കാത്ത അവസ്ഥയിലേക്ക് സമൂഹം എത്തട്ടെ. എത്തി. 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ എത്തി. സാദിമാരൊക്കെ അതിൽ ബേജാറാവാൻ തുടങ്ങി. അവർ കിതാബൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ സാദിമാർ എല്ലാ കിതാബിലും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ആദ്യമാണ് ചന്ദ്രൻ അസ്തമിച്ചു പോയിക്കണമെങ്കിൽ പിന്നെ മാസം മറ്റേ തന്നെയാണ്, മാറിയിട്ടില്ല. സൂര്യന് ശേഷം പിന്നാണ് ചന്ദ്രൻ ഉണ്ടായാലേ പറ്റുന്നു. എന്നാൽ പണ്ട് കാലത്ത് കണക്കറിയില്ല, കണക്കില്ല. കണക്ക് കൃത്യമായിട്ട് ചന്ദ്രന്റെ കണക്ക് അറിയാത്തത് കൊണ്ട് ആളുകൾ എങ്ങനെ നോക്കും, ഒരു കണ്ടതിനെ പറ്റിയൊക്കെ ചന്ദ്രൻ എന്ന് പറയും. ഇതാണ് കാഴ്ചയുടെ ഇവിടെ മാനദണ്ഡം. അപ്പൊ ഖുർആൻ അതിന് പറഞ്ഞത് ലോകത്തുള്ള എല്ലാവർക്കും ഒറ്റക്കാഴ്ച. ബഹുമാനപ്പെട്ട നമ്മൾ CP മുർസലമി 2 കൊല്ലം മുമ്പ് നമ്മൾ കോഴിക്കോട്ട് ടാഗോർ ഹാളിൽ വെച്ചിട്ട് വളരെ വ്യക്തമായിട്ട് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ജയ ഓഡിറ്റോറിയത്തിൽ അദ്ദേഹം ഒരു സെമിനാറിൽ, അന്ന് എനിക്ക് ഓർമ്മ വരാൻ കാരണം എന്താ വെച്ചാൽ അന്നായിരുന്നു എന്റെ അൽപ്പനാറിന്റെ ഉദ്ഘാടനം. ആ ഉദ്ഘാടനത്തിന് ജനങ്ങൾ വന്നു പോകുമെന്ന് പേടികൊണ്ടോന്നായിരിക്കാം അന്ന് തന്നെ വെച്ചു. മാത്രമല്ല അന്നത്തെ നോട്ടീസിൽ ഒരു കൃത്രിമത്വം കാണിച്ച് അലിമണിക്ക് പങ്കെടുക്കുന്നു എന്ന്. ആളുകൾ ഞെട്ടിപ്പോയി. പടച്ചോനെ, ഇതെന്താണത്? കേരള നേതൃത്വം മുജാഹിദിന്റെ ഒരു വിഭാഗം ആളുകൾ നടത്തുന്ന ഒരു സമ്മേളനത്തിൽ അലിമണിക്ക് പങ്കെടുക്കുക. ആളുകളെല്ലാം അമ്പരന്ന് വന്നു. ഒരു ഡ്യൂപ്ലിക്കറ്റ് അലിമണിക്ക് പേരാണ്. അവിടെ റേഡിയോ സ്റ്റേഷനിൽ ചങ്ങായിണ്ട്, അയാളെ അലിമണിക്കട്ടെ എന്നാ, അയാൾ ദീപൻ തന്നെയാണ്. അയാളാണ് ഇങ്ങനൊക്കെ ജനങ്ങളെ പറ്റിച്ചിട്ട് പരിപാടി നടത്തിയാണ്. പക്ഷെ അള്ളാഹുടെ തോഫീക്കോടുകൂടി നമ്മളെ ടി മുഹമ്മദ് ബഷീറും അതുപോലെ പ്രഗത്ഭ ജസ്റ്റിസ് ശംസുദ്ദീൻ സാഹിബൊക്കെ വന്നിട്ട് നമ്മൾ അൽപ്പനാർ ഭംഗിയായിട്ട് പരിഗണിച്ച് നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഇതുമാതിരി നല്ലൊരു ജനക്കൂട്ടത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തു. ആ പരിപാടി അന്ന് ഞങ്ങൾ CD കേട്ടു, പ്രസംഗം കേട്ടു. CP മുർസലിം വ്യക്തമായിട്ട് പറഞ്ഞു, ഇതാ സബത്ത റോയത്തിലില്ലാതെ പുത്രിമില്ലത്താരി ലോകത്ത് എവിടെ കണ്ടാലും അത് ലോകത്തിന്റെ കാഴ്ചയാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് വ്യക്തമായ ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ പിറ്റേന്ന് ചോദിച്ചു, നോട്ടീസാക്കി ചോദിച്ചു, എങ്കിൽ എന്തുകൊണ്ട് നേതൃത്വ മുജാഹിദിന്റെ ഒരു വിഭാഗം ആളുകൾക്കെങ്കിലും പെരുന്നാൾ ഉറപ്പിച്ചുകൂടാ? ലോകത്ത് എവിടെയെങ്കിലും കണ്ടോ? കഴിഞ്ഞ കൊല്ലം റമദാനിൽ കൃത്യമായിട്ട് മക്കത്ത് കണ്ടിട്ടാണ് തീരുമാനമെടുത്തതെന്ന് മക്കക്കാരുടെ പത്ര റിപ്പോർട്ടുകൾ വന്നു. എന്തുകൊണ്ടാണ് ആ വിവരം നിങ്ങൾ 8:30 മണിക്കെന്ന് അറിഞ്ഞിട്ട് ജനങ്ങൾക്ക് നോക്കാനുള്ള ഭാഗ്യം കൊടുത്തില്ല? ഈ കൊല്ലം എന്തുകൊണ്ട് നിങ്ങൾ കൊടുത്തില്ല? സൗദി അറേബ്യയിൽ ഒരു ദിവസം, നിങ്ങളൊരു ദിവസം തുടങ്ങി, പിന്നെ വൈകിട്ടിൽ ആരംഭിച്ചോ തുടങ്ങിയതൊക്കെ എന്തായി മാറ്റം? അവിടെ കണ്ടു എന്ന വിവരം നമ്മുടെ മക്കളവിടെ അർഹത നിൽക്കണം. നമ്മുടെ മക്കളവിടെ പിന്നെ ഹജ്ജ് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ മക്കളവിടെ പിന്നെ നോമ്പ് പെരുന്നാൾ ആഘോഷിക്കുന്നു. അവർ ടെലഫോണിലൂടെ സെക്കൻഡുകൾ കൊണ്ട് വിളിക്കുന്നു. അപ്പോഴൊക്കെ അവർക്ക് പെരുന്നാൾ, അന്നേരം നമുക്കവിടെ നോമ്പ്. എവിടുന്നായി മാനദണ്ഡം? എന്നിട്ട് അന്ന് ബഹുമാനപ്പെട്ട CP പ്രമാണയോട് എനിക്ക് അങ്ങേറ്റത്തെ ബഹുമാനാദരവുകളുടെ കുറ്റാദരം കൂടിയാണ്. അദ്ദേഹം അവിടെ വ്യക്തമായി പറഞ്ഞു, ലോകത്ത് എവിടെ കണ്ടാൽ ലോകത്തിന്റെ കാഴ്ചയാണ്. അതന്നെ അള്ള പറഞ്ഞത്. അത് അള്ള പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ മവാഖീത്തുലിന്നാസ്, ജനങ്ങൾക്ക് മുഴുവൻ കാലഘടനക്ക് ആ അഹില്ലത്ത് തീരുമാനിക്കണം. മാത്രമല്ല വൽ ഹജ്ജ് ഇബാദത്തും തീരുമാനിക്കേണ്ടതാണ്. ഇപ്പോഴുള്ള ഏറ്റവും വലിയ സംശയം. എനിക്ക് ഒരുപാട് സംസാരിക്കണം ആഗ്രഹമുണ്ട്, സമയം എന്നെ അനുവദിക്കുന്നില്ല. ഇത് 2-2.5 മണിക്കൂർ 3 മണിക്കൂറെങ്കിലും സംസാരിച്ചാലേ എവിടെയെങ്കിലും എത്തുള്ളൂ. 2-3 പരിപാടികൾ വെച്ചോളി. ഒരുപാട് പരിപാടി വെക്കുന്ന ആൾക്കാരല്ലേ. പരിപാടി വെച്ചോളി, നമ്മൾ വന്നോളാം, പ്രശ്നമൊന്നുമില്ല. നമുക്ക് ആരോഗ്യമുണ്ട്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അറബികൾ ചോദിച്ചത് അഹില്ലത്താണ്. അപ്പൊ മറുപടി അഹില്ലത്തിനെ തന്നെയാണ് അല്ലാഹു തആല മനുഷ്യരുടെ മുഴുവൻ മീഖാത്താക്കി വെച്ചിട്ടുള്ളതെന്നും അത് ഇബാദത്തുമായി ബന്ധപ്പെട്ടതാണെന്നും അൽ ഹജ്ജ് കൂടെ പറഞ്ഞു അല്ലാഹു. ഹജ്ജിന് ലോകത്തിലെ എല്ലാ ഭാഗത്ത ആളുകളോടും ഞാൻ പറഞ്ഞു മുഴുമിച്ചില്ല. ആഫ്രിക്കയിൽ നിന്നും അമേരിക്കയിൽ നിന്നും വരുന്നവർ മാസം കണ്ടിട്ടാണ് വരുന്നത്. അവരൊരു ദിവസം പിന്തി നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു ദിവസം നേരത്തെ അവർ അറഫയിൽ നിൽക്കണം. അവർ നമ്മളെ കൂടെ ബുധനാഴ്ച പോയി നിൽക്കണം. കാരണം എന്താ? ആഫ്രിക്കയിലും അമേരിക്കയിലൊക്കെ മക്കയിലെ അസ്തമനം കഴിഞ്ഞതിന് ശേഷം ചന്ദ്രൻ സഞ്ചരിച്ചപ്പോൾ അവിടുത്തെ അസ്തമനത്തിന് ശേഷമുണ്ട്. മക്കയിൽ അസ്തമനത്തിന് മുമ്പ് പോയി. പിന്നെ ഈ അസ്തമിക്കുമ്പോൾ ദിവസം ആരംഭിക്കുക എന്നുള്ളത് എല്ലാത്തൊരു വിഡിത്തം തന്നെ മുസ്ലിം ലോകം, എല്ലാത്തൊരു വിഡിത്തം. ഖുർആൻ തന്നെ പറഞ്ഞു വലല്ലൈലു സാബിഖുന്നഹാർ. എന്താ വ്യക്തമായി ഖുർആൻ പറഞ്ഞ സംഗതിയാണ്. പകലിന് രാത്രിയെല്ലാം കിടക്കുന്നത്, പകലാണ് രാത്രിയെല്ലാം കിടക്കുന്നത്. ഖുർആൻ പറയുന്നുണ്ട് വലല്ലൈലു, രാത്രി അല്ല, സാബിഖുന്നഹാർ, പകലിന്റെ മുന്നോടി. പകലാണ് ആദ്യം വരേണ്ടത്, പിന്നെയാണ് രാത്രി വരേണ്ടതെന്ന് ഖുർആൻ പറയുന്നു. ഈ ഖുർആൻ പറയുന്ന കാര്യത്തിൽ പോലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് ഇപ്പോ അങ്കലാപ്പില. എന്നിട്ട് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ചങ്ങായി ഒരു വാദപ്രഭാവത്തിൽ എന്റെ ഒരു പുസ്തകം തന്നെയുണ്ട്. ദിനാരംഭം എപ്പോഴെന്ന് ഞാൻ പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്.
ഇതിൽ 39 അധ്യായം ഏതാണ്ട് ഒരു 10-31 അധ്യായങ്ങളിൽ ഞാൻ ദിവസാരംഭം ഇസ്ലാമികമായി തുടങ്ങേണ്ടത് പ്രഭാതം മുതൽക്കാണ്, ഫജ്ർ മുതൽക്കാണ് എന്ന് സമർപ്പിച്ചിട്ടുണ്ട്. ഈ മുഴുവൻ പോയിന്റുകളും മറച്ചു വെച്ചിട്ട് അദ്ദേഹം ഒരൊറ്റ വാചകം എടുത്ത് ഉദ്ധരിച്ച് ദുർവ്യാഖ്യാനിച്ചു. സൂര്യൻ ചന്ദ്രനെ മറികടക്കാതെ എന്നും ചന്ദ്രന്റെ പിന്നിൽ മാത്രം വരിക എന്ന സംവിധാനം പോലെ രാവ് പകലിനെ മറികടക്കാതെ പകലിന്റെ പിന്നിൽ രാവ് വരികയുള്ളൂ എന്ന് സംശയരഹിതമെന്നെ അള്ളാഹു വ്യക്തമാക്കുകയാണ് ഇവിടെ. ഇത്രത്തോളം ഞാൻ പറഞ്ഞു. ആദ്യം പകലാണ് വരേണ്ടത്, പകലിനാണ് പ്രാധാന്യം അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്, അതിന്റെ പിന്നാലെ വരുന്നതാണ് രാത്രി എന്നതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. എന്നിട്ട് പറഞ്ഞു മറ്റു ചില തെറ്റായ ധാരണകളാലും കൃത്യമായ ശാസ്ത്രീയജ്ഞാനത്തിന്റെ അഭാവത്താലും മുസ്ലിങ്ങളും ഇത് വേണ്ട വിധം ഗൗനിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞ ഒരു അവസാനം പറഞ്ഞൊരു വാചകമുണ്ട്. ആ വാചകമാണ് ആ പണ്ഡിതൻ വലിയൊരു കാര്യമായിട്ട് എടുത്തത്. എന്താ ഞാൻ അവസാനം പറഞ്ഞ വാചകം? വിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയിട്ടുള്ള അനേകം വ്യാഖ്യാതാക്കളിൽ ആരും ഈ ആശയത്തിനെതിരിൽ എഴുതിയിട്ടുമില്ല. ഈ ഒരു വാചകം എടുത്ത് ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് മറ്റ് മുഫസ്സിറുകളൊന്നും പറഞ്ഞിട്ടില്ല എന്നതാണ് കോയക്കുട്ടിക്കാറയ്ക്കയുടെ ഏറ്റവും വലിയ തെളിവ് എന്ന്. ഞാൻ 30 തെളിവുകൾ എടുത്ത് ഉദ്ധരിച്ചിട്ട് അതെല്ലാം മറച്ചു വെച്ചിട്ട് ഒരു വ്യാഖ്യാതാക്കളുടെ തഫ്സീറുകളിലും അങ്ങനെ കണ്ടിട്ടില്ല എന്ന ഒരു ആനുഷംഗികമായ ഒരു വാചകം അവസാനത്തിൽ ചേർത്ത തെളിവ്. ഞാൻ അതിന് മുമ്പ് തന്നെ അച്ചടിച്ച നോക്കികള് ലശംസു യംബഗീ ലഹാ അൻ തുദ്രികൽ ഖമറ വലല്ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ എന്ന ആയത്ത് മുഴുവൻ എടുത്ത് ഉദ്ധരിച്ചിട്ട് അതിന് കൃത്യമായ അർത്ഥം കൊടുത്തിട്ട് ദിവസത്തിന്റെ ദിനാരംഭം കൃത്യമായി തന്നെ ഫജ്ർ മുതൽ കാണുന്നതിന് ഈ ആയത്ത് തെളിവാണെന്ന് പറഞ്ഞു ഒന്നും അദ്ദേഹം വിശദീകരിക്കാതെ അത് മറച്ചു വെച്ചിട്ട് മുഫസ്സിറുകളും ഞാൻ പറഞ്ഞ ആയത്തുകൾക്ക് എതിരി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ തെളിവായിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുക ചെയ്യുന്നത്. എന്നിട്ട് അവർ ലേഖനം ഇതാണ് ഈ ഇസ്രായേൽ കമ്മിറ്റിക്കാർ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഞാൻ എവിടെ എത്തിയിട്ടില്ല എന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. പക്ഷെ ഏതാണ്ട് കുറച്ച് എത്തിക്കണല്ലേ. നിങ്ങൾക്ക് വെളിച്ചം വെക്കാവുന്ന കാര്യങ്ങളൊക്കെ ഏതാണ് ഞാൻ പറഞ്ഞു തീർന്നിക്കണം. അല്ലാഹു തആല പറഞ്ഞത് അഹില്ല നോക്കി തീരുമാനിക്കാണ്, നോക്കൽ ഞാട്ടെ. ഇമാം സുയൂത്തി പറഞ്ഞെന്താണെന്നറിയോ? ഈ ആധുനിക യുഗത്തിലൊരു പണ്ഡിതനാണ്, ഒരു 200 കൊല്ലം മുമ്പുള്ള പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? ഖദ് നുസിഖത്തിർ റുയത്തു ബിവുഹൂരി അൽ ഇൽമിൽ ഫലകി വൽ ഹിസാബ്. ഇൽമുൽ ഫലക്കും ഇൽമുൽ ഹിസാബും പ്രത്യക്ഷപ്പെട്ടതോടുകൂടി കാഴ്ചയുടെ നിയമം തന്നെ ദുർബലപ്പെട്ടു പോയി. കാഴ്ചക്ക് ഇനി ഒരു സ്ഥാനമില്ല. കണ്ടിട്ട് പലതും തീരുമാനിക്കാൻ കഴിയും നമുക്ക്. തീവണ്ടി പോണ കുട്ടി പറയും ഇപ്പൊ മരങ്ങളൊക്കെ ഓടുന്നു, മനുഷ്യന്മാരൊക്കെ ഓടുന്നു. ബാപ്പ ബുദ്ധിയുള്ള മനുഷ്യൻ പറയാം എല്ലട മോനെ അതെനിക്ക് തോന്നുക. പിന്നെന്താ ഓടുന്നത്? നമ്മുടെ ഇരിക്കുന്ന വണ്ടിയാ ഓടുന്നത്, ആളും മരമൊന്നും ഓടുന്നില്ല. കാഴ്ചയിൽ അങ്ങനെ തോന്നും മനുഷ്യന്. അതാ നോക്കുന്നൊരു സഹാബി ഇങ്ങനെ നോക്കുകയാണ്. ചന്തത്തിൽ അത്ര കാട്ടിക്കൊടുത്തു. അപ്പൊ എല്ലാവരും ആ പെരലി കൊണ്ടുകൊടുത്തിട്ട് നോക്കി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കാട്ടിക്കൊടുത്ത് കാണണ്ട എല്ലാവരും, ആരും നോക്കിയിട്ടും കാണില്ല. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകനുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഇബ്നു അബ്ബാസിന്റെ മുഖത്ത് നോക്കിയാൽ എവിടേക്ക് അയാൾ നോക്കണത്? നോക്കുമ്പോൾ നോക്കുന്നത് അങ്ങോട്ട് തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കൺപുരികം, വെളുത്ത കൺപുരികം നിരച്ചിട്ട് 100 വയസ്സ് കഴിഞ്ഞ് മൂപ്പരിക്കാൻ നേരം വെളുത്ത ആ കൺപുരികം ഇങ്ങനെ വളഞ്ഞിട്ടുണ്ട്. മൂപ്പര് കണ്ടിട്ടാണ് ഈ പുരികമാണ്. അപ്പൊ മൂപ്പര് എന്ത് ചെയ്ത് ആ സഹാബി എന്ത് ഇങ്ങനെ തന്നെ നീക്കി. ഇപ്പൊ കാണുണ്ടോ എന്ന് വെച്ചു. ഇല്ല. അതെ, അത് അങ്ങോരെ നിങ്ങളുടെ കൺപുരിക. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇതുണ്ട്. ഞങ്ങൾ അലിബുദ്ദീൻ ഒരേ പുസ്തകത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ കാഴ്ചയുടെ മാനദണ്ഡം അതാണ്. കാഴ്ച ഒന്നിന്റെയും അടിസ്ഥാനപരമായ പ്രവണതയല്ല. അത് കണ്ടത് കൊണ്ട് മാത്രം തെളിവാവില്ല. അത് തെളിവാവാൻ ഇസ്ലാമിൽ അതിനെപ്പറ്റി പറഞ്ഞത് എന്താണെന്നറിയോ? ഇൽമുൽ ദന്നി ഉണ്ടാക്കുള്ളൂ. ഇൽമുൽ ദന്നി അർറുയത്തു ലാ യുഫീദു ഇല്ലാ ഇൽമുൽ ദന്നി. ഉസൂൽ പണ്ഡിതന്മാർ മുഴുവൻ പറഞ്ഞൊരു വചനമാണത്. ലാ യസ്തഫീദു അർറുയത്തു ഇല്ലാ ബിഇൽമിൽ ദന്നി. ഊഹത്തിൽ അധിഷ്ഠിതമായ ഒരു അറിവുണ്ടാക്കാനേ അത് ഉപകരിക്കൂ. ഖത്ഈയായ ഇൽമുണ്ടാക്കണമെങ്കിൽ ഷഹാദത്തും പറ്റൂല. അതിന് വ്യക്തമായ ബുദ്ധിയും അറിവും തന്നെ വേണം. എന്നിട്ട് അവർ പറയുന്നത് ഇൽമുൽ ഫലക് അവസാനിപ്പിക്കാൻ എനിക്ക് ബാക്കിയുള്ള ആൾക്ക് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ 1 മണിക്കൂർ അയക്കണം. ഏതാണ്ട് പൂർവികന്മാരായ ആളുകൾ 4ാം നൂറ്റാണ്ടിന് ശേഷം ഏതാണ്ട് ഒരു 10ാം നൂറ്റാണ്ട് വരെ വന്ന
ഇസ്ലാമിലെ ഗോളശാസ്ത്രം പഠിച്ച പണ്ഡിതന്മാർ, നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം നിങ്ങൾക്ക് തരാം നിങ്ങളുടെ കയ്യിൽ. നമ്മൾ നവോത്ഥാന പണ്ഡിതന്മാരെ കാണുന്നോടത്ത് വെച്ച് ചോദിക്കാം, അല്ല സംഗതി ഞങ്ങൾക്ക് 4-ാം നൂറ്റാണ്ട് മുതൽക്ക് ഗോളശാസ്ത്രത്തിന് വമ്പൻ വളർച്ച ഉണ്ടാക്കിയത് മുസ്ലിം ലോകമാണ്. ഇസ്ലാമിക സുവർണ്ണ കാലഘട്ടത്തിലുണ്ടായ ശാസ്ത്രീയ ഗവേഷണങ്ങളാണ് യൂറോപ്യന്മാർക്ക് വരെ അതുണ്ടാക്കി കൊടുത്ത മുസ്ലിമീങ്ങളാണ്. ഈ അസ്ട്രോണമി ഇത്രയധികം വികസിക്കാൻ കാരണം മുസ്ലിങ്ങൾ കൊടുത്ത വിജ്ഞാനം വെച്ചിട്ട് വളർന്നുകൊണ്ടാണ്. ആ വിജ്ഞാനം വളർന്ന കാലഘട്ടത്തിൽ എഴുതപ്പെട്ട അനേകം ഗ്രന്ഥങ്ങളുണ്ട്. 10-24 പണ്ഡിതന്മാരുടെ പേര് ഞാൻ തന്നെ എഴുതി രേഖപ്പെടുത്തുന്നു. ആ പണ്ഡിതന്മാർ മുഴുവൻ പറഞ്ഞെന്താണെന്നറിയോ? കണക്ക് സ്വീകരിക്കുന്നതിന് ഇസ്ലാമിനൊരു പ്രമാണം എതിരല്ല. കണക്ക് സ്വീകരിക്കുന്നത് കണക്ക് ഇൽമുൻ ഖത്ഈയാണ്, ഗണ്ഡിതമായ അറിവാണ്. രണ്ടും കൂട്ടിയ 4 തന്നെയാണ്. അത് 3 എന്ന് പറഞ്ഞാൽ പെരടിക്കൊന്നും കൂടി കൊടുത്തിട്ട് കൂട്ടാൻ പറഞ്ഞാൽ മതി. ആ കൂട്ടേണ്ട തെറ്റാ. കണക്ക് തെറ്റില്ല. പ്രപഞ്ചത്തിനൊരു വ്യവസ്ഥയുണ്ട്. അല്ലാഹു തആല എല്ലാത്തിനും അല്ലാഹു തആല വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥ പ്രകാരമല്ലാതെ പ്രപഞ്ചം പോകൂല. ആ പ്രപഞ്ചത്തിലെ കണക്കനുസരിച്ചിട്ടാണ് അരിമണിക്ക് വേൻ കളർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പൊ ഇതിനെപ്പറ്റി പറഞ്ഞ അരിമണിക്ക് വേണ്ട കളർ അരിമണിക്ക് വേണ്ട, ഇത് അരിമണിക്ക് വേണ്ട കളറൊന്നല്ല, ഇത് ചന്ദ്രന്റെ കളറാണ്. ചന്ദ്രൻ ലോകത്തിൻ്റെതാണ്. ഇത് ചന്ദ്രനും കൊണ്ടുപോയി നോക്കുക, ലോകത്തെവിടെയും കൊണ്ടുപോയി നോക്കുക. ഒരു ദിവസത്തിൽ ഒരു തീയതി തന്നെയായിരിക്കും, ഒരു ദിവസം 2 തീയതി കാണില്ല. മനസ്സിലായി? ഇതിന്റെ അടിയിൽ ഇംഗ്ലീഷ് തീയതി കാണിച്ചിട്ടുണ്ട്, അതും ശാസ്ത്രീയമാണ്. സൂര്യന്റെ കണക്കനുസരിച്ച് എന്താ പിന്നെ കണക്കാന്നേ ഉള്ളൂ. ഇത് രണ്ടും ശാസ്ത്രമാണ്. അതേ സ്ഥാനത്ത് നിങ്ങൾ സല്ലം എടുക്കും നിങ്ങൾ കലണ്ടർ നോക്കി. ഈ ദിൽഹിജ്ജ തന്നെ എടുക്കുക. ദിൽഹിജ്ജ ഒരു 30 വ്യക്തമായിട്ട് കലണ്ടറിൽ എഴുതി അല്ലെ. എന്നിട്ട് എന്താ ചെയ്തത്? ഒക്ടോബറിൽ ഇതാ 30-ാം തീയതി ചൊവ്വാഴ്ച അടയാളപ്പെടുത്തി. അന്ന് യഥാർത്ഥത്തിൽ 1-ാം തീയതി 1-ാം തീയതി. ഈ 30-ാം തീയതി അടയാളപ്പെടുത്തിയിട്ട് പിന്നെ എന്തിനാ ഞങ്ങൾ കാണാൻ വേണ്ടി ഞങ്ങളോട് പറഞ്ഞത്? ലഭ്യത്തിൽ ഖദർ വളരെ വ്യക്തമായ പത്രത്തിൽ എഴുതി, കണ്ടാൽ അറിയിക്കണം. 30 കഴിഞ്ഞാൽ പിന്നെ കാണണം. നിങ്ങൾക്ക് 30 കഴിഞ്ഞാൽ പിന്നെ കാണണം. നിങ്ങൾക്ക് തീരുമാനിച്ചൂടെ? ബുധനാഴ്ച 1-ആണ്, അതുകൊണ്ട് പെരുന്നാള് വെള്ളിയാഴ്ചയാണ്, വ്യാഴാഴ്ച ഇറക്കാൻ തീരുമാനിച്ചൂടെ? അതുകൊണ്ട് മുസ്ലിം മടവൂരിന്റെ വിഭാഗം ആളുകൾ മാറി നിന്നു. അവർ പ്രസ്താവനകളൊന്നും ഇപ്രാവശ്യം അത്ഭുതകരമായി ബുദ്ധിപരമായി അവർ സമർപ്പിച്ചു നിന്നു. അവർ തന്നെയാണ് പരപ്പനങ്ങാടിയിലെ കാതിനെ പോയിട്ട് ഉറപ്പിച്ചത്. ആ കാതിനെ കൊണ്ട് ഉറപ്പിച്ചു, കാതിനെ അവർ ഉറപ്പിച്ചു, ഇവരെല്ലായിടത്തും പ്രഖ്യാപിച്ചു, സ്വാധീനിച്ചു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഹുസൈൻ മൗലവിയുടെ വിഭാഗമായ മുജാഹിദ് വിഭാഗം അതിശക്തമായിട്ട് നിൽക്കുകയാണെങ്കിൽ അവർ ജനങ്ങളെയെല്ലാം, നിങ്ങളുടെ കൂട്ടത്തിലുള്ള അനേകം പണ്ഡിതന്മാരെയും നിങ്ങളുടെ കൂട്ടത്തിലുള്ള പിന്നെ പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും പണ്ഡിതന്മാരും പള്ളി ഉപയോഗിച്ച് തന്നെ ഈ നവോത്ഥാന ചിന്ത മുസ്ലിം സമൂഹത്തിലെത്തിയാൽ കേരളത്തിൽ വളരെ അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. അത് നിങ്ങൾ മടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ കുറച്ചുകൂടി പ്രിപ്പയർഡ് ആകണം. എങ്ങനെ പ്രിപ്പയർഡ് ആകണം? കണക്കിലേക്ക് കണ്ടു പോകണം. ഇപ്പൊ സൗദി അറേബ്യനെ സ്വീകരിക്കണം എന്ന് പറയണം. സൗദി അറേബ്യ സ്വീകരിക്കാം. സൗദി അറേബ്യനെ അല്ലാഹു തആല സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാണെന്നറിയോ? നമസ്കാരത്തിന് കിബിലാക്കാൻ. അതുപോലെ ഹജ്ജ് അവിടെ പോയി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഉംറ അവിടെ പോയി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ബലദുൻ അമീനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മൗവയാണ്, മഹദാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിദായത്തിന്റെ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞിരിക്കണം. പക്ഷേ മാസം നിർണ്ണയിക്കേണ്ട അവർ നോക്കിയില്ലെന്ന് പറഞ്ഞിട്ടില്ല. മാസം നോക്കാൻ അല്ലാഹു തആല ചന്ദ്രനിൽ നോക്കാനാണ് പറഞ്ഞത്. അപ്പൊ സൗദി അറേബ്യ ശരിയായിട്ട് നമ്മൾ ശരിയാക്കുക എന്ന് വെച്ചിട്ടല്ല, അള്ളാന്റെ കണക്ക്, ആ കണക്ക് തെറ്റൂല എന്ന് തന്നെയാണ് 1000 തവണ അള്ളാഹിനെ കുറിച്ച് സത്യം ചെയ്യാൻ എനിക്ക് ധൈര്യമുണ്ട്. ഈ പ്രപഞ്ചത്തിലൊന്നും അങ്ങനെയല്ല. ഒരാറ്റമിന്റെ അതിന്റെ പ്രോട്ടോണും ന്യൂട്രോണും അതിന്റെ നടുക്കുള്ള ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യവസ്ഥ പോലും അതികണിശമായ വ്യവസ്ഥ പ്രകാരമാണ്. ഒരാറ്റമിനെ മനുഷ്യന്റെ കണ്ണുകൊണ്ട് കാണുമെങ്കിൽ 13 ലക്ഷം ആറ്റമെങ്കിലും കൂട്ടിവെച്ചാലേ കണ്ണുകൊണ്ട് കാണാവുന്ന പരുവത്തിലൊരു പൊടിപടലമാവുള്ളൂ എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇപ്പൊ അതിനേക്കാൾ അതിസൂക്ഷ്മമായ ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്ന ക്രിയയാണ് ഇപ്പോൾ ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത്. ഈ പ്രപഞ്ചം തന്നെ ഉണ്ടാകാൻ കാരണമായ കണം എന്ന് പറയുന്ന ദൈവകണം ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്ന ഗോഡ് പാർട്ടീഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിച്ച കാലഘട്ടത്തിൽ എന്തിനാ കൂട്ടത്തിലെ ജനങ്ങളെ വേവരാതിപ്പെടുത്തേണ്ട ആവശ്യം? ആൾക്കാർക്ക് കൃത്യമായിട്ടൊരു കലണ്ടർ കൊടുത്താൽ അവിടെ മതിലിൽ തൂക്കിയിട്ട കലണ്ടർ നോക്കിയിട്ട് അവിടെ പെരുന്നാളും നോമ്പും കൃത്യമായി ചെയ്യാം എന്ന് പറയുന്ന കാലഘട്ടത്തിൽ എന്തിനാണ് ജനങ്ങൾ ഇങ്ങനെ വട്ടം കറക്കണമെന്ന് ചോദിച്ചിട്ട് ഞാൻ നിൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മാരിന് ശേഷം
CD കൂടി കാണിച്ചിട്ട് ചോദ്യോത്തരങ്ങൾക്ക് മറുപടി പറയാനാണെങ്കിൽ അത്യാവശ്യം ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം. ചോദ്യവും ഉത്തരത്തിനേക്കാൾ ഇതിൽ പ്രധാനമായ കുറെ വിഷയങ്ങൾ അജ്ഞാതമായി നിൽക്കുന്നുണ്ട്. നമ്മളെ പണ്ഡിതന്മാരെ കുറെ യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ പറയട്ടെ. മറച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് തന്നെ മറച്ചു വെച്ച യാഥാർത്ഥ്യം ഒന്ന്, പടിഞ്ഞാട്ട് നോക്കാൻ ആര് ശീലിപ്പിക്കുന്നു? പടിഞ്ഞാട്ടാണ് അസ്തമനത്തിലേക്കാണ് ഉദയം നോക്കേണ്ടത്? 1-ാം തീയതി അസ്തമിക്കുന്ന ചന്ദ്രനെ നോക്കിയിട്ട് കണ്ടാൽ നാളെ 1-ാം തീയതി പറയുന്നത് എവിടുന്ന് വന്നു? തനിച്ച വിദേഹത്താണ്. 4-ാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായ വിദേഹത്താണ്. ഒരുപാട് വിദേഹത്തുകളും ശിർക്കുകളും കുഫറുകളും ഒക്കെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയതുപോലെ തരിപ്പണമാക്കേണ്ട ഒരു വിദേഹത്താണത്. അതേ നമ്മൾ പറയാനുള്ളൂ. അതുപോലെ നവോത്ഥാനം ഏറ്റെടുത്തവർ ഇന്ന് നവോത്ഥാനത്തിന്റെ ഏറ്റവും വലിയൊരു വിഷയമായിട്ട് പഠിപ്പിക്കേണ്ടത് കലണ്ടറിന്റെ ഇമ്പോർട്ടൻസിയാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഇസ്ലാമിക് കലണ്ടർ, ഹിജ്റ കലണ്ടറിന്റെ പ്രാധാന്യം. ഇതനുസരിച്ച് നമ്മൾ എല്ലാ വിഭാഗങ്ങളും ചെയ്യണം, അതിലേക്ക് വരണം. ഞാൻ കുറെ ശിഥിലമായ ചിന്തകൾ മാത്രമേ നിങ്ങൾക്ക് ഇട്ട് വന്നിട്ടുള്ളൂ 1 മണിക്കൂർ കൊണ്ട്. ഇതൊരു മണിക്കൂർ കൊണ്ടൊന്നും പറഞ്ഞാൽ തീരില്ല, ഒരുപാട് പറയാനുണ്ട്. ഏതെങ്കിലും പരാമർശങ്ങളിൽ വൈകാരികരമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ നിങ്ങളെ മാപ്പാക്കണം. അത് നിങ്ങൾ പൊക്കി പിടിക്കാൻ പാടില്ല. എന്റെ വൈജ്ഞാനിക വിഷയത്തിന്റെ യുവത്വം കൊണ്ട് ചിലപ്പോൾ ഞാൻ പറഞ്ഞു പോണതാണ്. വയസ്സുകൊണ്ട് ഞാൻ 10-60 വയസ്സായിരിക്കണമെങ്കിലും യുവാവൊക്കെ പൊയ്ക്കണം, വയസ്സനായിരിക്കണം. പക്ഷെ വൈജ്ഞാനികപരമായ വിഷയത്തിൽ ഞാൻ യുവാവാണ്. കാരണം ഒരുപാട് ഇഞ്ഞ് പഠിച്ചു തീർക്കാണ്. അതുകൊണ്ട് വൈജ്ഞാനിക വിഷയത്തിലെ യുവത്വം കൊണ്ട് ഞാൻ വൈകാരികപരമായി പറഞ്ഞു പോയിക്കണമെങ്കിൽ നിങ്ങളത് ഫോക്കസ് ചെയ്യരുത്. ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്ന വിഷയങ്ങൾ ഏതാണ്? ഇസ്ലാമിലൊരു കലണ്ടറുണ്ട്. അത് അള്ളാഹു പറഞ്ഞ കലണ്ടറാണ്. അത് ലൂണാർ സിസ്റ്റമാണ്. അത് കണക്കിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും സ്വീകരിക്കുന്നതിന് ലോകത്തിൽ നിന്നുള്ള അനേകം പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും ഏകഖണ്ഡമായി ഒരു ദിവസത്തിലെ ഇബാദത്ത് വെള്ളിയാഴ്ച തന്നെ നിസ്കരിക്കുന്നത് പോലെ ഇപ്രാവശ്യത്തെ ഈദുൽ അദ്ഹ വ്യാഴാഴ്ചയാണെങ്കിൽ അത് വ്യാഴാഴ്ച തന്നെ ലോകം മുഴുവൻ ചെയ്യാൻ കഴിയുമെന്നല്ല, അങ്ങനെയാണ് ഉള്ളത്. അത് ലോക ജനതയെ പഠിപ്പിക്കാൻ സാധിക്കണം. അതിന് നവോത്ഥാന പ്രസ്ഥാനം മുന്നോട്ട് വരണം. അപ്പോൾ നിങ്ങളെ പിന്നിൽ നിൽക്കും. പിന്നെ ഈ വിഷയം ഞങ്ങൾ ആദ്യം പറഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് ഈഗോ കൊണ്ടാണെങ്കിൽ, മഹത്വചനങ്ങൾക്ക് മാർഗവുമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് തരൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സർവാധിരാജനായ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് നമ്മളിത് പറയുന്നത്. ഈ കാര്യങ്ങൾ 10-20 കൊല്ലം ഗവേഷണം ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി അതിന് നല്ല മഹാന്മാരായ ഗുരുത്വമുള്ള പണ്ഡിതന്മാരൊക്കെ സ്വീകരിച്ച് നടന്നപ്പോൾ ഈ വിഷയത്തിൽ കുറച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ പണ്ഡിതന്മാരോട് വരെ ഈ വിഷയത്തിൽ സംസാരിക്കാനുള്ള ഒരു ത്രാണി ഉണ്ടായി എന്നതുകൊണ്ട് ഈ കാര്യം വെട്ടിത്തുറന്ന് പറയുന്നു എന്ന് മാത്രമേ. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് തർക്കത്തിന്റെയോ കുഴപ്പത്തിന്റെയോ വിഷയമല്ല, ഗവേഷണത്തിന്റെയും പഠനത്തിന്റെയും വിഷയമാണ്. ആ വിഷയമായി കണക്കിലെടുത്തുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും പഠിപ്പിക്കാം. നമുക്ക് വിരോധമില്ല, ആരുടെയും വാശി തീർക്കാനുമല്ല. നമുക്ക് ആരോടും വാശിയില്ല. എന്താണ് ഈ 10-60 വയസ്സുകാലത്തിന് വാശി പിടിച്ചിരുന്ന കാര്യം? ആളുകളെ പഴപ്പിച്ച് നിങ്ങളെല്ലാവരും പഴപ്പിച്ച് നരകത്തിലാക്കിയിട്ട് എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? അതുകൊണ്ട് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അത് ഹദീസിലേക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. വെറും ഖുർആന്റെ 5-6 ആയത്തുകൾ മാത്രം ഞാൻ പറഞ്ഞു വിശദീകരിച്ചു. സൂറത്ത് തൗബയിലും സൂറത്ത് യൂനുസിലും സൂറത്ത് യാസീനിലും സൂറത്ത് ബഖറയിലും ഒക്കെ പറഞ്ഞ ആയത്തുകൾ, ആ ആയത്തുകൾ വെച്ചുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അനുസരിച്ചിട്ട്, കണക്കനുസരിച്ച്, കലണ്ടർ അനുസരിച്ച് നിസ്കാരത്തിന്റെയും ഗ്രഹണത്തിന്റെയും അതുപോലെയുള്ള പല വിഭാഗത്തിലുടെയും സമയനിർണയവും കാലനിർണയവും നാം നടത്തിയതുപോലെ തന്നെ മാസനിർണയവും നടത്തുന്നതിന് ഇസ്ലാമിലെ ഒരു പ്രമാണവും എതിരല്ല. അതേ ഞാൻ പറയുള്ളൂ. ഞാൻ അന്തിമമായി പറയുന്ന വാചകതാണ്. ഖുർആനോ സുന്നത്തോ ഇജ്മാവോ ഖിയാസോ സലഫ് സാലിഹുടെ കർമ്മങ്ങളോ കണക്ക് സ്വീകരിച്ചുകൊണ്ട് പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ വ്യവസ്ഥാപിതമായ കണക്ക് സ്വീകരിച്ചുകൊണ്ട് മാസനിർണയം നടത്തി ആരാധനയിൽ ഏകീകരണം വരുന്നതിന് ഇതൊന്നും എതിരല്ല. അതുകൊണ്ട് ആ കാര്യത്തെ നിങ്ങൾ പരിഗണിക്കണം. ആ കാര്യം തലമുറക്ക് പഠിപ്പിക്കണം. ഈ കാര്യം ജനങ്ങളെ പഠിപ്പിക്കാൻ നവോത്ഥാന പ്രസ്ഥാനം മുന്നോട്ട് വരണം. അതിന്റെ ഒരു സ്റ്റെപ്പ് ഇപ്പോൾ എടുത്തു വെച്ചു എന്ന് ഞാൻ സംശയിക്കുന്നു, ഈ പെരുന്നാൾ മാറ്റിയല്ലോ എന്നതുകൊണ്ട്. പക്ഷെ ഇപ്പോഴും സത്യത്തിലേക്ക് എത്താൻ ഒരു സ്റ്റെപ്പ് കൂടി ബാക്കിയുണ്ട്. ആ സ്റ്റെപ്പ് കൂടി കയറിയാൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇപ്പോൾ നിർത്തും. സർവാധിരാജനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സുകൾക്കും വിജ്ഞാനത്തിനും വെളിച്ചം നൽകി വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യമായി മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി ത്യാഗത്തോടുകൂടി പ്രവർത്തിക്കുന്ന അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കൃത്യമായി ബാത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങൾ മാപ്പാപ്പി ഉത്തരമാറാകട്ടെ.
അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.